ഇന്നിപ്പോ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഡാൻസ് ക്ലാസ്സസിലേക്ക് പ്രോപ്പർ ഫൗണ്ടേഷൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്? പണ്ടത്തെ ഡാൻസ് ആലോചിക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രഭുദേവ, ഋത്തിക് റോഷൻ അവരൊക്കെ കൊമേഴ്ഷ്യൽ ഡാൻസേഴ്സാ. അവരെ കൊണ്ടിട്ടല്ലേ നമ്മളെല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങി. അവരൊന്നും ഇല്ലായിരുന്നു ചിലപ്പോൾ ആൾക്കാർക്ക് ഡാൻസ് ആവില്ലായിരുന്നു. അപ്പൊ നമ്മുടെ നാട്ടിൽ അറിയാലോ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ ഉണ്ടായിരിക്കും. പല രീതിയിൽ ഡാൻസേഴ്സിനെ പല രീതിയിൽ പറയും, പല കാര്യങ്ങൾ പറയും. അപ്പോൾ ഇവന്റെ ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും പറ്റിയിട്ട് പലർക്കും പല അഭിപ്രായങ്ങളാണ് ഉണ്ടായിരിക്കും. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞ മൂവി കൊണ്ട് മാത്രം ഡാൻസിലോട്ട് ഇറങ്ങിയിട്ട് എത്ര പേരുണ്ട്? ഡാൻസ് പറഞ്ഞ റിയാലിറ്റി ഷോ കൊണ്ട് മാത്രം ഡാൻസിലോട്ട് ഇറങ്ങിയിട്ട് എത്ര പേരുണ്ട്? ആക്ച്വലി കുറച്ച് വീഡിയോസ് എങ്കിലും വരണം, നല്ല നമ്മള് ആൾക്കാരെ അറിയുള്ളൂ. ഇപ്പൊ പ്രത്യേകിച്ച് അല്ലാതെ നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളത് ഒരു ബാക്കിയുള്ളവരുടെ പ്രശ്നമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. കാലഘട്ടം മാറി, നമുക്ക് ഇപ്പോൾ ഫുൾ സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ബാറ്റിൽസിന് പോയോണ്ടും സൈഫർ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ അണ്ടർഗ്രൗണ്ട് സീനിൽ എങ്ങനെയാണോ കൾച്ചർ അത് പ്രകാരം മാത്രം പോയോണ്ട് ഒരിക്കലും ചിലപ്പോൾ ഇപ്പോൾ സർവൈവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഹലോ ഗൈസ്, വെൽക്കം ടു MMM പോഡ്കാസ്റ്റ് എപ്പിസോഡ് 2. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് മൈസെൽഫിന്റെ തന്നെ ഒരു കംപ്ലീറ്റ് ജേർണി ആയിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അണ്ടർഗ്രൗണ്ട് ഡാൻസിങ് ആൻഡ് കൊമേഴ്ഷ്യൽ ഡാൻസിങ്. ഈ രണ്ട് കാര്യമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നും നമ്മുടെ കൂടെ ഉള്ളത് അതേ സെയിം ആഫ്രോ ആൻഡ് അണ്ടർഗ്രൗണ്ട്. ഓക്കെ, ഞാൻ അങ്ങനെ പറഞ്ഞതാണെന്നുണ്ടെങ്കിലും ഈ ടോപ്പിക് ഡിസ്കസ് ചെയ്യാനും ആപ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ തന്നെയാണ്. കാരണം കൊമേഴ്ഷ്യൽ ഡാൻസിങ് ആണെന്നുണ്ടെങ്കിലും അണ്ടർഗ്രൗണ്ട് ഡാൻസിങ് ആണെന്നുണ്ടെങ്കിലും അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്, അത് രണ്ടിലും വർക്ക് ചെയ്തിട്ടുമുണ്ട്. ദെൻ ഇപ്പോഴും അവർക്ക് പല ഫ്രണ്ട് സർക്കിൾ ആണെന്നുണ്ടെങ്കിലും പല കമ്മ്യൂണിറ്റി പെർസ്പെക്റ്റീവിലാണെന്നുണ്ടെങ്കിലും പല ആക്ടിവിറ്റീസ് ചെയ്യുന്നവരും കൂടിയാണ്. സോ നമുക്ക് സ്ട്രൈറ്റ്ലി ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോവാം. ആദ്യം തന്നെ കൊമേഴ്ഷ്യൽ ഡാൻസിങ്, അണ്ടർഗ്രൗണ്ട് ഡാൻസിങ് എന്നത് ഇവർക്ക് എന്താണ് അതിനെപ്പറ്റി പറയാനുള്ളത് എന്ന് നമുക്ക് ആദ്യം തന്നെ നോക്കാം. സോ ആഫ്രോ. ഓക്കെ, എനിക്ക് രണ്ടും വേണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ, ഒരു അഭിപ്രായം. എങ്ങനെയാണ് കൊടുക്കാം? രണ്ടിൻ്റെതായ പോസിറ്റീവ് ഉണ്ട്, രണ്ടിൻ്റെതായ നെഗറ്റീവ്സും ഉണ്ട്. അപ്പം എനിക്കൊന്നും കൂടെ അണ്ടർഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ ഒന്നും കൂടെ റൂട്ടഡ് ആയിട്ടുള്ള മ്യൂസിക്കും ഒന്നും കൂടെ ആ സ്റ്റൈലിൻ്റെ ഡെപ്തിലേക്ക് പോകാൻ പറ്റാറുണ്ട്, ഫ്രീ ആയിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റാറുണ്ട്. അതാണ് അതിലേക്ക്. പക്ഷെ കൊമേഴ്ഷ്യൽ സൈഡ് വരുമ്പോൾ ഈ പെർഫോമൻസ് ഒന്നും കൂടെ, ഇപ്പോൾ വിഷ്വൽ പെർഫോമൻസ് എങ്ങനെയാണ് അതിൻ്റെ ഒരു സൈഡ് നോക്കി കാണാനും പറ്റുന്നുണ്ട്. ഓർ അതിൽ കൂടുതൽ പഠിക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു ഇൻഡസ്ട്രിയലായിട്ട് പോകാനും പറ്റുന്നുണ്ട്. അപ്പൊ രണ്ടും വേണമെന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. ഈ രണ്ടും എന്താണ് എന്നാണ് എഫ്രോന്റെ ഒരു അഭിപ്രായം? അതായത് ഇത് അറിയാത്ത ഒരുപാട് പേരുണ്ടായിരിക്കും, അണ്ടർഗ്രൗണ്ട് ഡാൻസിങ് എന്താണ്, കൊമേഴ്ഷ്യൽ ഡാൻസിങ് എന്താണ് എന്നുള്ളത്. ഇപ്പോൾ കറക്റ്റ് ഡെഫിനേഷൻ പറയാൻ ആളാണോന്ന് അറിയില്ല. പക്ഷെ കൊമേഴ്ഷ്യൽ എന്ന് പറയുമ്പോൾ ഈ സ്റ്റേജ് പെർഫോമൻസ് ആയാലും ഓർ ഇപ്പോൾ കൊറിയോഗ്രാഫി, മൂവീസ്, മ്യൂസിക് വീഡിയോസ്, അതൊക്കെയാണ് കൊമേഴ്ഷ്യൽ എന്നാണ് ഇപ്പോൾ പറയുകയാണെങ്കിൽ. റീൽസും യൂട്യൂബിലേക്കുള്ള എന്താ പറയുക, ഹൈ പ്ലാറ്റ്ഫോംസ്, മീഡിയ പ്ലാറ്റ്ഫോംസിലേക്കൊക്കെ വേണ്ടി ചെയ്യുന്നതാണ് കൊമേഴ്ഷ്യൽ എന്നാണ് എൻ്റെ ഒരു ചിന്ത. പക്ഷെ അണ്ടർഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അതായാലും വീഡിയോസ് ഒക്കെ വരുന്നുണ്ട് ആക്ച്വലി. പക്ഷെ നമ്മുടെ ഡാൻസിൻ്റെ ഒരു കോഴ്സും കുറച്ചുകൂടി പാഷനേറ്റ് ആയിട്ടുള്ള ഡാൻസേഴ്സാണ് കൂടുതലും അണ്ടർഗ്രൗണ്ട് സീനിൽ ഉണ്ടാവാറ്. എന്താണ് പറയാനുള്ളത്? ഇതേ അഭിപ്രായം തന്നെയാണ്. ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ അതിൻ്റെ റൂട്ട്സ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. കുറച്ചുകൂടി സ്ട്രീറ്റ് കൾച്ചറാണ്, കുറച്ചും കൂടി കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടാണ് അതിലത്തെ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നത്. അപ്പോൾ അത് കുറച്ചും കൂടെ ഡീപ്പാണ് അതിലത്തെ എല്ലാ കാര്യങ്ങളും. നോർമലി ഒരു വീഡിയോയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു പെർഫോമൻസിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളല്ല. അപ്പോൾ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. മ്യൂസിക് ആണെന്നുണ്ടെങ്കിലും ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഡിഫറെൻ്റ് ആണ് അണ്ടർഗ്രൗണ്ടിലോട്ട് വരുമ്പോൾ. കൊമേഴ്ഷ്യൽ ആകുമ്പോഴത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈ പറഞ്ഞ പോലെ പെർഫോമൻസ് ബേസ്ഡ് ആണ്. അതിന് കുറച്ചും കൂടിയും കുറച്ചും സ്ട്രക്ചേർഡ് ആണ്. അതിന് എങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് പാടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മ്യൂസിക് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ മ്യൂസിക് വീഡിയോയിൽ എന്താണോ അത്യാവശ്യമുള്ളത് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമാണ്. അണ്ടർഗ്രൗണ്ട് ആകുമ്പോൾ കുറച്ചുകൂടിയും ഫ്രീ സ്റ്റൈൽ ഓറിയന്റഡ് ആണ്, കുറച്ചുകൂടി സ്റ്റൈൽ ബേസ്ഡ് കാര്യങ്ങൾ വരും. അങ്ങനെയാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഓക്കെ, എനിക്കും അതെ. എനിക്ക് ഈ ഒരു അണ്ടർഗ്രൗണ്ട് ഡാൻസിങ്, കൊമേഴ്ഷ്യൽ ഡാൻസിങ് ഇതിനെ രണ്ടും രണ്ട് രീതിയിൽ കാണുന്നു എന്ന് പറയുന്നത് സത്യമായിട്ടുള്ള കാര്യമാണ്. ഇത് രണ്ടും രണ്ടായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷെ ഇതിന്റെ ഒരു ബ്ലെൻഡിങ് ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, രണ്ടും ബാലൻസ് ചെയ്യുന്ന കുറെ ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ എനിക്ക് കൂടുതലും അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകളെ കുറച്ചുകൂടി കൂടുതൽ റെസ്പെക്ട് ഫീൽ ചെയ്യാറുണ്ട്. കാരണം രണ്ടും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുള്ള രണ്ട് ഏരിയാസ് ആണെന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അണ്ടർഗ്രൗണ്ട് ഡാൻസിങ് ആണെന്നുണ്ടെങ്കിലും അത് ആ ഒരു റൂട്ട്സ് ഫോളോ ചെയ്ത് അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് അത്രയും ആ ഒരു കൾച്ചർ ജീവിക്കുക തന്നെ വേണം. ഒരു അണ്ടർഗ്രൗണ്ട് ഡാൻസർ എന്ന രീതിയിലൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അപ്പോൾ ബാറ്റിൽസ് ആണെങ്കിലും ജാംസ് ആണെന്നുണ്ടെങ്കിലും അവര് റെപ്രസെന്റ് ചെയ്യുന്ന സ്റ്റൈൽ ഓഫ് അല്ലെങ്കിൽ ആ ഒരു ആർട്ട് എന്ന് പറയുന്നത്
അതിനുള്ള അവസരങ്ങൾ ഇപ്പൊ ഇന്ത്യ അല്ലെങ്കിൽ കേരള വെച്ച് നോക്കുകയാണെങ്കിൽ ഭയങ്കര കുറവാണ്. ഉം. അപ്പൊ ഒരുപാട് ട്രാവൽ ചെയ്യേണ്ടി വരും അവർക്ക് അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഷോക്കേസ് ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവന്റ് അറ്റൻഡ് ചെയ്യാനാണെന്നുണ്ടെങ്കിലോ ഒക്കെ. അപ്പോൾ അത്രയും എഫേർട്ട് എടുത്ത് അവരൊരു ഇവന്റ് ബേസ്ഡ് ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീ സ്റ്റൈൽ ബേസ്ഡ് ആയിട്ടോ ജാം ബേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീറ്റീവ് ഒരു ഓറിയന്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നാണെങ്കിൽ അത്രയും എഫേർട്ട് എടുക്കണം. അത് എന്നിട്ട് അവർ ആ കൾച്ചറിൽ നിന്നുകൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ അറിയാലോ എന്തെല്ലാം പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിലും നാട്ടിലൊക്കെ ഉണ്ടായിരിക്കും. പല രീതിയിൽ ഡാൻസേഴ്സിന് പല രീതിയിൽ പറയും, പല കാര്യങ്ങൾ പറയും. അപ്പോൾ ഇവൻ ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിലും അവരുടെ ലൈഫ് സ്റ്റൈൽ ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും പറ്റിയിട്ട് പലർക്കും പല അഭിപ്രായങ്ങളാണ് ഉണ്ടായിരിക്കുക. പക്ഷെ അവര് കംപ്ലീറ്റ്ലി ട്രൂ ടു ദെയർ കൾച്ചർ അല്ലെങ്കിൽ ദെയർ ഇൻട്രസ്റ്റ് എന്ന രീതിയിലാണ് അവർ പോകുന്നത്. പക്ഷെ അതിനെ പുറത്തുനിന്നുള്ള ഔട്ട്ലുക്ക് ഭയങ്കര ഡിഫറെന്റ്. അതെ. സോ അവർക്ക് ഒരു കംപ്ലീറ്റ്ലി പല തരത്തിലുള്ള എന്താ പറയാ നെഗറ്റീവ്സ് ആണെങ്കിലും ഒരുപാട് കാര്യങ്ങളൊക്കെ സഹിച്ചിട്ടാണ് അവര് ആ ഒരു കൾച്ചറിൽ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന് അതിൽ ട്രൂ ആയിട്ട് ഇരുന്ന് അവർക്ക് പറയാനുള്ള പൊളിറ്റിക്സ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം അവരുടെ ആർട്ടിലൂടെ കൺവേ ചെയ്തിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അപ്പുറത്തെ സൈഡിൽ കൊമേഴ്ഷ്യൽ സൈഡ് എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ച് എക്സ്പോഷേഴ്സ് എന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര കൂടുതലാണ്. പക്ഷെ എനിക്ക് ഞാൻ പറയാൻ ഉദ്ദേശിച്ച പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ രണ്ടും ബാലൻസ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞല്ലോ, ഈ രണ്ടുപേരും ബാലൻസ് ചെയ്യുന്ന ആളുകൾക്ക് കുറച്ചും കൂടെ അവരുടെ ഇൻ ടേംസ് ഓഫ് ഫിനാൻഷ്യൽ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ അധികം ബെറ്റർ ആയിട്ട് തോന്നാറുണ്ട്. അപ്പോൾ രണ്ടിന്റെയും ഒരു ബേസിക്സ് എന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ ഐഡിയ പറയാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു അണ്ടർഗ്രൗണ്ട് ആണെന്നുണ്ടെങ്കിലും കൊമേഴ്ഷ്യൽ ആണെന്നുണ്ടെങ്കിലും ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈക്വലി ഡിഫിക്കൽട്ട് ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം അങ്ങനെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കൊമേഴ്ഷ്യൽ സൈഡിലുള്ള കാര്യങ്ങൾ അറിയുന്നില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇപ്പുറത്ത് നിന്ന് നമുക്ക് തോന്നും അണ്ടർഗ്രൗണ്ട് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള കാര്യം. കൊമേഴ്ഷ്യലി മാത്രം നിൽക്കുന്ന ആൾക്കാർക്ക് തോന്നും ചിലപ്പോൾ അണ്ടർഗ്രൗണ്ട് എന്താണ് ഇപ്പൊ കൊമേഴ്ഷ്യലി നിൽക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള കാര്യമല്ല, ഇത്രയും പേരുടെ അടുത്ത് നിൽക്കുക എന്നുള്ളതൊക്കെ. പക്ഷെ അത് ഞാൻ പറഞ്ഞ ബാലൻസ്ഡ് കാര്യം സംസാരിച്ചത് ബാലൻസ്ഡ് ആൾക്കാർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആൾക്കാർക്ക് മനസ്സിലാവും രണ്ടിന്റേതായ ബുദ്ധിമുട്ടുകളുണ്ട്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ബാക്കി എഫ്രോന് കൂടുതൽ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ തന്നെയാണ് ആക്ച്വലി അതിന്റെ രണ്ടിനുണ്ടായ ബുദ്ധിമുട്ടുണ്ട്. രണ്ട് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഫ്രീഡം കൂടുതലും ഈ അണ്ടർഗ്രൗണ്ടിൽ തന്നെയാണ്. ശരിക്കും നമ്മുടെ വേ ഓഫ് ഡ്രസ്സിങ് ആയാലും നമ്മൾ കേൾക്കുന്ന മ്യൂസിക് ആയാലും ഡാൻസിൻ്റെ രീതി ആയാലും നമുക്ക് നമ്മുടേതായ രീതിയിൽ നിൽക്കാൻ പറ്റും. കൊമേഴ്ഷ്യൽ ആകുമ്പോൾ നമുക്ക് ഓഡിയൻസിനെ സാറ്റിസ്ഫൈ ചെയ്യണ പോലെ കുറച്ച് എൻ്റർടൈൻമെൻ്റ് ആയ പോലെ അതിലേക്ക് കുറച്ചും കൂടി ശ്രദ്ധ കൊടുക്കേണ്ടി വരാറുണ്ട് ആക്ച്വലി. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും മ്യൂസിക് വീഡിയോസ് ഒക്കെ ചെയ്യാനും കൊറിയോഗ്രാഫറുടെ ഒരു രീതിയിൽ വേണം നമ്മൾ പെർഫോം ചെയ്യാനൊക്കെ. നമുക്ക് നമ്മുടെ രീതിയിൽ ചെയ്തെടുക്കാൻ അതിനേക്കാളും കൂടുതൽ ആ ഒരു പെർട്ടിക്കുലർ സംഭവത്തിന് എന്താണോ വേണ്ടത് ആ പരിപാടിക്ക് വേണ്ട പോലെ നമ്മൾ മാറേണ്ട കുറച്ച് ഫ്ലെക്സിബിൾ ആവേണ്ട രീതിയാണ് കൊമേഴ്ഷ്യലിൽ കൂടുതലും. ഞാൻ പറഞ്ഞില്ലേ രണ്ടിന്റെ ബാലൻസ് കീപ്പ് ചെയ്യണത് നല്ലതാണ്. ഫിനാൻഷ്യൽ സൈഡ് ആയാലും കൊമേഴ്ഷ്യൽ ആകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് എക്സ്പോഷറും ഉണ്ട്. അതല്ലാതെ ഇപ്പോൾ വർക്ക്സ് കൂടുതലും ഫിനാൻഷ്യലി നമുക്ക് പേ ചെയ്യാൻ പറ്റുന്ന വർക്ക്സ് കൂടുതലും കൊമേഴ്ഷ്യൽ തന്നെയാണ്. അണ്ടർഗ്രൗണ്ട് നമുക്ക് പാഷൻ ഫോളോ ചെയ്യുക, ഡാൻസിനെ ഡാൻസ് ഇഷ്ടപ്പെട്ട് ചെയ്യണ ഒരു സ്ട്രക്ചറാണ് അതില്. അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ഫിനാൻഷ്യലിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് അവർക്ക് റെക്കഗ്നേഷൻ കിട്ടുന്നുണ്ട്. ഈ കൊമേഴ്ഷ്യൽ ഡാൻസേഴ്സിന് ഭയങ്കരമായിട്ട് റെക്കഗ്നേഷൻ കിട്ടും. അതായത് അവർ കൂടുതലും മൂവീസിലൂടെയും അല്ലെങ്കിൽ മ്യൂസിക് വീഡിയോസിലൂടെയും അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ പോലെ സ്റ്റേജ് പ്രോഗ്രാമിലൂടെയും പല രീതിയിലൂടെ വരുന്നതാണ്, ഇപ്പോൾ റീൽസിലൂടെയും. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് ഈ റെക്കഗ്നേഷൻ കിട്ടുന്നതുകൊണ്ടാണ് അവരെ എല്ലാവരും അറിയുന്നത്, അവരാൾക്കാർ വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർ കുറച്ചുകൂടി ഫിനാൻഷ്യലി അവർക്ക് സ്റ്റേബിൾ ആകാൻ പറ്റുന്നത്. അണ്ടർഗ്രൗണ്ട് ഡാൻസേഴ്സ് അവർ ആക്ച്വലി ഒരു ലൈഫ് സ്റ്റൈലാണ് ഫോളോ ചെയ്യുന്നത്. ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് അവർക്ക് അത്രയും ട്രൂ ആയിട്ട് അതിൽ പോകാൻ പറ്റുന്നത്. അവർ ഫുൾ മ്യൂസിക് ആണെന്നുണ്ടെങ്കിൽ ഡ്രസ്സിങ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കുറേ ഇങ്ങനത്തെ കാര്യങ്ങൾ ഏരിയയിലോട്ട് അവർ പോകുന്നവരുണ്ട്. പക്ഷേ പോകാത്തത് കൊണ്ട് അവർക്ക് പുറത്തുള്ള ആൾക്കാരെ അറിയുന്നില്ല. ഇപ്പോൾ അണ്ടർഗ്രൗണ്ട് ആയിട്ട് തന്നെ നിൽക്കുന്നതുകൊണ്ട് പുറമെയുള്ള ആൾക്കാർ വെറുതെ ടി വിയിൽ മാത്രം ഡാൻസ് ആണെന്നവർക്ക് ഇവരറിയില്ല. നമുക്കറിയാം അണ്ടർഗ്രൗണ്ട് ഡാൻസേഴ്സിലത്തെ മെയിൻ സ്ട്രീമിലുള്ള ആൾക്കാരൊക്കെ നമുക്കറിയാം, കൊമേഴ്ഷ്യൽ ഉള്ളവരാണെങ്കിൽ നമുക്കറിയാം. പക്ഷെ അതല്ലാത്തവർക്ക് അറിയില്ലല്ലോ. അപ്പോൾ അതങ്ങനെ അറിയാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ ഈ ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ അക്സെപ്റ്റൻസിന്റെ കുറവും എല്ലാം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ആക്ച്വലി കുറച്ച് വീഡിയോസ് എങ്കിലും വരണം, നല്ല നമ്മളെ ആൾക്കാരെ അറിയുള്ളൂ. ഇപ്പൊ പ്രത്യേകിച്ച് അല്ലാതെ നമ്മൾ അറിഞ്ഞില്ല എന്നുള്ളത് ഒരു ബാക്കിയുള്ളവരുടെ പ്രശ്നമായിട്ട് കണ്ടിട്ട് കാര്യമില്ല. അതെ, എനിക്കും ആ ഒരു പോയിന്റ് എഫ്രോ പറഞ്ഞ പോയിന്റ് എനിക്ക് തോന്നാറുണ്ട്. അതായത് കുറച്ച് അണ്ടർഗ്രൗണ്ട് ഡാൻസേഴ്സിലെ കുറച്ച് പേർക്കെങ്കിലും ഒരു
30% ആൾക്കാർക്കെങ്കിലും ഇങ്ങനത്തെ ഒരു ചിന്താഗതി ഉള്ള ആൾക്കാരുണ്ട്. അതായത് നമ്മളെ പറ്റി പറയുന്നില്ല അങ്ങനെ. ലൈക്ക് അണ്ടർഗ്രൗണ്ട് ഡാൻസിങ്ങിന്റെ അവരെ വേണ്ട രീതിയിൽ എക്സ്പോഷേഴ്സ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അവരെ വേണ്ട രീതിയിൽ ഇപ്പൊ ഇവന്റ്സിന് വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോ ഇവന്റ്സ് പറയുമ്പോൾ ജഡ്ജ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ഷോക്കേസ് ആണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവരെ വേണ്ട രീതിയിൽ ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ വിളിക്കുന്നില്ല എന്നുള്ള രീതിയിൽ അവരെ നോക്കി കാണുന്നുണ്ട്. അപ്പൊ അത് ഇപ്പൊ അനുരാഗ് പറഞ്ഞ പോയിന്റ് ആണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. അവര് അതിനുള്ള എഫേർട്ട് ഇല്ലാതെ ഒരു ഓർഗനൈസറെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല രീതിയിൽ അങ്ങനെ നോക്കേണ്ട സിറ്റുവേഷൻസ് വരും. ഇപ്പൊ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഗനൈസിങ് സൈഡിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്, അല്ലാത്ത രീതിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ പലപ്പോഴും നമ്മൾ ഈ ഒരു കൊമേഴ്ഷ്യൽ എന്നൊരു പെർസ്പെക്റ്റീവ് ചിന്തിക്കേണ്ട സമയങ്ങളിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കാറുണ്ട്. അതല്ലാത്ത സമയങ്ങളിൽ അണ്ടർഗ്രൗണ്ട് ആയിട്ട് തന്നെ അങ്ങനെ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെയും ചെയ്യാറുണ്ട്. ഇപ്പൊ നമ്മൾ ട്രെയിനിങ്ങിന്റെ കാര്യം പറയാം. ഇപ്പൊ നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ഇപ്പൊ മൈസെൽഫിന്റെ ക്ലാസ്സസ് മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ മാത്രം ക്ലാസ് എടുക്കുക എന്ന രീതിയിൽ നമുക്ക് നോക്കിയാൽ പോരെ. നമ്മൾ അങ്ങനെയല്ലല്ലോ. നമ്മളെപ്പോഴും ഇപ്പൊ ഒരു വേറെ സ്റ്റൈലിലെ ആളുകൾ എന്ന് പറയുമ്പോൾ ആ വേറെ സ്റ്റൈലിൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് നമ്മൾ ഡെഫിനറ്റ്ലി കൊണ്ടുവരാറുള്ളത്. ഇന്നിപ്പോ കേരളത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഡാൻസ് ക്ലാസ്സസിലേക്ക് പ്രോപ്പർ ഫൗണ്ടേഷൻ ക്ലാസ്സസ് കൊടുക്കുന്നുണ്ട്. ഇത്രയും അണ്ടർഗ്രൗണ്ട് ഡാൻസേഴ്സ് നമ്മുടെ നാട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് അവർക്കൊന്നും പ്രോപ്പർലി ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻറ് സർക്കിൾ ഉണ്ടാക്കാൻ പറ്റുന്നില്ല? അപ്പൊ എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. ഒരു സ്റ്റുഡന്റ് സർക്കിൾ കൊണ്ടുവരാണ് ഡാൻസ് എഡ്യൂക്കേഷനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇപ്പൊ ഞാനൊരു അണ്ടർഗ്രൗണ്ട് ഡാൻസർ ആണ്, ഞാൻ ആ ഒരു രീതിയിൽ തന്നെ പോകാൻ ഉദ്ദേശിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ ആർട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസിനോ അല്ലെങ്കിൽ ഒരു സർക്കിളിലോ ഒരു കമ്മ്യൂണിറ്റിനോ എനിക്ക് ബിൽഡ് ചെയ്യാൻ പറ്റണം. അങ്ങനെയാണെങ്കിലാണ് അത് കൂടുതൽ സ്പ്രെഡ് ആവുള്ളൂ, അല്ലെങ്കിൽ അതിൽ ഷെയർ ആയി പോവുള്ളൂ. അതിനുള്ള ഒരു പോസിബിലിറ്റി കൂടിയാണ് നമ്മൾ ഇങ്ങനത്തെ കുറച്ചും കൂടെ നമ്മളിങ്ങനെ മൈൻഡിനെ ഒതുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോസിബിലിറ്റി കൂടെ കുറയാണ്. ഇപ്പൊ നമ്മൾ സ്റ്റുഡിയോസിൽ പോയി പഠിപ്പിക്കാനാണെങ്കിലും സ്ട്രീറ്റ് സ്റ്റുഡിയോസിൽ പോയി പഠിപ്പിക്കണമെന്നില്ല. നമ്മൾ പുറത്ത് പോയി പഠിപ്പിക്കുകയാണെന്നുണ്ടെങ്കിലും ഏത് രീതി ഇപ്പോ നമ്മളിപ്പോ ചെന്നൈ അല്ലെങ്കിൽ മുംബൈ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ പാർക്കുകളിലാണ് പെർഫോമൻസും ഡാൻസസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ കാലിക്കറ്റൊക്കെ അങ്ങനെ ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കാണാറുണ്ട്, നല്ല കാര്യമാണ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന അത്രയും ട്രൂ ആണെന്ന് ഉറപ്പുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യണ്ടേ, അല്ലാതെ എങ്ങനെയാണ് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവുക? അപ്പൊ അങ്ങനെയാണ് എനിക്ക് അതിന്റെ ഒരു എഡ്യൂക്കേഷൻ പാർട്ടിൽ തോന്നാറുള്ള ഒരു കാര്യം. ഇത് പറഞ്ഞപ്പോ എനിക്ക് കാലഘട്ടം മാറി. നമുക്ക് ഇപ്പൊ ഫുൾ സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ വെച്ചാൽ നമ്മൾ ബാറ്റിൽസിന് പോയോണ്ടും സൈഫർ ചെയ്തുകൊണ്ടും അല്ലെങ്കിൽ അങ്ങനെ അണ്ടർഗ്രൗണ്ട് സീനിൽ എങ്ങനെയാണോ കൾച്ചർ അത് പ്രകാരം മാത്രം പോയോണ്ട് ഒരിക്കലും ചിലപ്പോൾ ഇപ്പൊ സർവൈവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, പക്ഷെ കുറച്ച് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ട് പോകാനായിട്ട് എളുപ്പമല്ല, അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ പണ്ടാലോചിക്കും ഇപ്പൊ ഡാൻസിങ് സീനിലോട്ട് പണ്ടത്തെ ഡാൻസ് ആലോചിക്കുകയാണെങ്കിൽ ഇപ്പൊ പ്രഭുദേവ, ഋത്തിക് റോഷൻ അവരൊക്കെ കൊമേഴ്ഷ്യൽ ഡാൻസേഴ്സാ. അവരെ കൊണ്ടിട്ടല്ലേ നമ്മളെല്ലാവരും ഡാൻസ് കളിക്കാൻ തുടങ്ങി. അവരൊന്നും ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ആൾക്കാർക്ക് ഡാൻസ് ഇഷ്ടാവില്ലായിരുന്നു. അപ്പോ കൊമേഴ്ഷ്യൽ ഉള്ളതുകൊണ്ടാണ് എല്ലാവരിലോട്ട് എത്തുന്നത്. എല്ലാവരിലോട്ട് എത്തിയാലാണ് ആൾക്കാർക്ക് പഠിക്കാൻ ആഗ്രഹം വരുള്ളൂ, ആൾക്കാർക്ക് അത് ഒരു താല്പര്യം വരുള്ളൂ. ഇപ്പൊ നമുക്ക് ഹിസ്റ്ററി നോക്കുകയാണെന്നുണ്ടെങ്കിൽ സോൾ ട്രെയിൻ എന്ന് പറഞ്ഞ ഷോയില് വന്ന ഡാൻസിങ്ങും ഇത്രയും കാര്യങ്ങൾ, ഇത്രയും ഫോം ഓഫ് ഡാൻസസ് ആളുകളിൽ എത്താനുള്ള മൂവീസ്. സ്റ്റെപ്പ് അപ്പ് എന്ന് പറഞ്ഞ മൂവി കൊണ്ട് മാത്രം ഡാൻസിലോട്ട് ഇറങ്ങിയിട്ടില്ല എത്ര പേരുണ്ട്. ഡാൻസ് പറഞ്ഞ റിയാലിറ്റി ഷോ കൊണ്ട് മാത്രം ഡാൻസിലോട്ട് ഇറങ്ങിയിട്ടില്ല എത്ര പേരുണ്ട്. മൈക്കിൾ ജാക്സൺ വേറെ ഒന്നും പറയാനില്ല. ഇപ്പോഴത്തെ ജനറേഷൻ പക്ഷെ അറിയണ്ടായിരിക്കും. മൈക്കിൾ ജാക്സൺ എന്ന് പറയുന്ന ഒരാളെ കേരളത്തിൽ തന്നെ ഉണ്ടാക്കിയ ഇമ്പാക്ട് നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ നമ്മുടെ നാട്ടിൽ തന്നെ എത്ര ജാക്സന്മാരുണ്ട്. എനിക്ക് തന്നെ ജാക്സൺ രാകേഷ് എന്നൊക്കെ പറഞ്ഞു ഇവിടെ അങ്ങനെ ഒരുപാട് പേരുണ്ട്. പണ്ട് ഇപ്പൊ എന്റെ തന്നെ ആശാന്മാരൊക്കെ സുബേട്ടൻ, ഗോസുബി എന്നൊക്കെ പറയുന്ന ചേട്ടന്മാരല്ലേ, ഇവരെല്ലാരും മൈക്കിൾ ജാക്സന്റെ ഡാൻസസ് ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടില് ദൈവടിക്കുക എന്നൊക്കെ പറയുന്നത്. എല്ലാവരും അതൊക്കെ കണ്ടിട്ട് അതിനെയാണ് വെസ്റ്റേൺ ഡാൻസ് എന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതൊക്കെ എവിടുന്നെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കിട്ടണ്ടേ? ഒരു കുട്ടി ജനിച്ച് ആ കുട്ടിക്ക് ഡാൻസും മ്യൂസിക്കും കണക്ട് ആവുന്ന ഒരു ടൈം എന്ന് പറയുന്നത് മോസ്റ്റ്ലി ഫ്രം പാരന്റ്സ് ആയിരിക്കും, ലൈക് മ്യൂസിക് കേൾക്കുന്നത് അങ്ങനെയൊക്കെ. ഇപ്പോ നമ്മൾ കേൾക്കുന്ന നമ്മുടെ വീട്ടിൽ കേൾക്കുന്നതിനൊക്കെ നോർമൽ ഇപ്പോ വേൽമുരുക നമ്മളൊരു പോയിന്റിൽ ഒരു പക്ഷെ കേൾക്കുന്നുണ്ടായിരിക്കും. അത് കഴിഞ്ഞ് നമ്മുടേതായ ഇഷ്ടങ്ങൾ വരുന്ന സമയത്ത് ഈ മൈക്കിൾ ജാക്സന്റെ എന്തെങ്കിലും വീഡിയോസ്, ത്രില്ലറിന്റെ വീഡിയോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ സ്റ്റെപ്പ് അപ്പിലോ വെള്ളത്തിലുള്ള ഡാൻസ് കാണാത്ത ആരും ഉണ്ടായിരിക്കും. അപ്പൊ അത് കാണുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഒരു ടട്ടിങ്, അല്ലെങ്കിൽ ഇപ്പൊ മാസിഫിനിയുടെ ഒരു കാലഘട്ടം, രാഘവന്റെ സ്ലോ മോഷൻ, പ്രിൻസിന്റെ, അല്ലെങ്കിൽ ധർമ്മേഷിന്റെ മൂവ്മെന്റ്സ് ആണ്. ഇതെല്ലാം ഒരു പക്ഷെ അതായിരിക്കും പല ഡാൻസേഴ്സിന്റെയും സ്റ്റാർട്ട്. അതിന്ന് അത് മനസ്സിലായി അതെല്ലാം ഒരു സൈക്കിൾ എത്തുന്ന സമയത്ത് നമ്മുടെ ഒരു തോട്ട് പ്രോസസ് മേ ബി നമ്മൾ അണ്ടർഗ്രൗണ്ട് ഡാൻസിലോട്ട് കൊണ്ടെത്തിച്ച് അതിലിപ്പോ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ പോലുള്ള ഡാൻസേഴ്സ് എല്ലാം ഇവരെല്ലാം പ്യുവർലി കൊമേഴ്ഷ്യൽ കൊറിയോഗ്രഫി സീനിൽ അത്രയും ടോപ്പിൽ നിൽക്കുന്ന ആളുകളായിരുന്നു. ബട്ട്
ഇവരെല്ലാവരും ഫൗണ്ടേഷൻ ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിനും റെസ്പെക്ട് ചെയ്ത് അതിലോട്ട് തിരിച്ചു പോകുന്നു, അങ്ങനെ എല്ലാം ഉണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇങ്ങനെയാണ്, ഇത് അണ്ടർഗ്രൗണ്ട് ഡാൻസിങ് എന്ന് പറയുന്ന നമ്മളവിടെ ഇങ്ങനെ നമ്മളെ ഒതുക്കരുത്. അതിൽ അത്രയും പ്രൗഡാണ്, അത്രയും റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലെ കൂടുതൽ അതിനെ അക്സെപ്റ്റൻസ് കൂട്ടാനുള്ള ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാന്നുള്ളതാണ് അതെ അതെ. തോന്നാറുള്ളത്. പക്ഷെ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട രീതി വേറെ ആണല്ലോ. ചെയ്യണ രീതി അന്നത്തെ കാലത്ത് സോഷ്യൽ മീഡിയ ഇല്ല, ഒരു ഗ്യാദർ ചെയ്യണ ഓപ്ഷൻ മാത്രമേ ഉള്ളൂ ഡാൻസ് കാണാൻ വേണ്ടിയിട്ട്. അതെ. പക്ഷെ അതിന്റെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇപ്പോ മൈക്കിൾ ജാക്സന്റെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അന്ന് മൈക്കിൾ ജാക്സന്റെ ഒരു CD കിട്ടാനുള്ള ടൈമും അത് കിട്ടിക്കഴിഞ്ഞാല് ഒരു മ്യൂസിക് വീഡിയോ വന്നു കഴിഞ്ഞാല് അത് കുറെ നാള് നമ്മുടെ നാട്ടിൽ കിടന്ന് ഇങ്ങനെ എന്താ പറയാ അതിങ്ങനെ സ്പ്രെഡ് ആവും. എവിടെ നോക്കിയപ്പോ ഋതിക് റോഷന്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാല് അതൊക്കെ അങ്ങനെയാണ്, എല്ലാവരും അത് പഠിക്കും, അങ്ങനെയാണ്. പക്ഷെ ഇപ്പോ കുറച്ചധികം ഇൻഫർമേഷൻ ഓവർഫ്ലഡഡ് ആണ്, ലൈക്ക് സോഷ്യൽ മീഡിയാസിൽ ഇത്ര നിറഞ്ഞു നിൽക്കുന്നുണ്ട്. എവിടുന്ന് എന്ത് എങ്ങനെ ഏതാണ് ശരി എന്ന് പറയുന്ന ഒരു മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നു അണ്ടർഗ്രൗണ്ട് ഡാൻസിങ്ങിന്റെ കാര്യം പറയുമ്പോൾ. പ്രഭുദേവയുടെ കാര്യം പറഞ്ഞ പ്രഭുദേവ, അതുപോലെ പിന്നെ ആരെ പറഞ്ഞ മൈക്കിൾ ജാക്സൺ, അതുപോലെ ഋതിക് റോഷൻ, ചാക്കോച്ചൻ മറന്നു നമ്മളെ ചാക്കോച്ചൻ, ക്ഷമിക്കണം. ചാക്കോച്ചൻ ഒക്കെ ഇപ്പൊ ശോഭനയാണെന്നുണ്ടെങ്കിലും മഞ്ജു വാര്യരാണെന്നുണ്ടെങ്കിലും എന്തിനും മോഹൻലാലാണെന്നുണ്ടെങ്കിലും എത്ര 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 നല്ല പെർഫോമൻസസ്, എത്ര നല്ല കൊറിയോഗ്രഫീസ്, ഇതുകൊണ്ടൊക്കെ ഡാൻസ് ചെയ്തിട്ടുള്ള ആളുകൾ തന്നെ ആയിരിക്കും ഒരുപാട്. റംസാൻ പറയുമ്പോൾ റംസാന്റെ കണ്ടംപററി ഡാൻസിനകത്ത് റംസാൻ അത്യാവശ്യം ബ്രേക്കിംഗ് മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാറുണ്ട്. അത് ബ്ലെൻഡ് ചെയ്തിട്ടാണ് അവൻ അവന്റേതായ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്റ്റൈല് കൊണ്ടുവരുന്നത്. അപ്പോൾ യൂസ് ചെയ്യാൻ അറിയാന്നുള്ളതാണ് അവരൊക്കെ ചെയ്യുന്ന ഒരു കാര്യം. ഇപ്പൊ പുറത്തുള്ള കൊറിയോഗ്രാഫേഴ്സ് ആയ പോലും ബേസിക്സ് കറക്റ്റ് പ്രോപ്പർ ലേൺ ചെയ്യുന്നുണ്ട്, അവർക്ക് അതിന്റെ ബ്ലെൻഡ് കൊണ്ടുവരാൻ വേണ്ടിട്ട്. അതെ അതെ, ഉറപ്പായും. ഇപ്പൊ മറ്റുള്ള മെൽവിൻ ടീം ഒക്കെ ക്രംബ് കറക്റ്റ് OGസിന്റെ അടുത്ത് പഠിച്ചിട്ട് അത് ശരിക്കും കൊറിയോഗ്രഫീസിൽ ആഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും ഇപ്പോഴത്തെ എല്ലാ ഡാൻസേഴ്സും, പ്രത്യേകിച്ച് ഇപ്പൊ വളർന്നു വരുന്ന കൊറിയോഗ്രഫി ഡാൻസേഴ്സ് ശരിക്കും അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഫോളോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ഇന്റർനാഷണലി മാത്രമല്ല, ഇപ്പൊ ടിമിന്റെ കാര്യം പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും ഇപ്പൊ സാഗർ ബോറ, സാംബോ തുടങ്ങിയ ആളുകളാണ് കൊറിയോഗ്രഫി സീനിൽ ടോപ്പായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ OG ഗെയിം കളിക്കുന്ന ആൾക്കാർ എന്ന് പറയുന്നത്. അപ്പൊ ഇവരെല്ലാവരും പല ക്ലാസ്സസും അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. അല്ലെങ്കിൽ ഇപ്പോ കുണ്ടുവിന്റെ അടുത്തുള്ള ക്ലാസ്സസിന്റെ കാര്യമൊക്കെ സാംബോ അല്ലെങ്കിൽ സാഗർ ഇവരൊക്കെ എപ്പോഴും പറയാറുള്ളതാണ്. ഈവൻ ഇപ്പൊ ഫേമസ് സ്കൂൾ അഭിഷേകദാസ് ആണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും വൺസ് ലൈക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചും അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമം നടത്തിയവരുള്ളവരാണ്. സോ അത് അവരുടെ കൊറിയോഗ്രഫീസിൽ കാണാം, ആ ഒരു ഡിഫറൻസ് അവരുടെ കൊറിയോഗ്രഫീസിനകത്ത് കാണാം. ഇപ്പൊ അവര് മ്യൂസിക്കാലിറ്റിയിനകത്ത് കാര്യമാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റൈൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ ഇപ്പോ സാഗർ ബോറയുടെ ഇപ്പോ റീസെന്റ് ആയിട്ട് ഇറങ്ങിയ അതിനകത്തൊക്കെ ലൈക്ക് ഇപ്പൊ ഹിപ്പ് ഹോപ്പ് ബ്ലെൻഡ് ചെയ്തേക്കുന്നത് ഇത് എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ബ്ലെൻഡ് ചെയ്യുന്നത് കാണാൻ പറ്റും. അപ്പോ ഇപ്പോഴത്തെ ഡാൻസേഴ്സ് ശരിക്കും ഒന്ന് പുറകിലോട്ട് പോകാനുള്ള ശ്രമം നടത്തണം എന്നുള്ളതാണ്. കാരണം ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ സൈഡ് ഭയങ്കരമായിട്ട് വന്നു കഴിഞ്ഞപ്പോ ഡാൻസ് എവിടുന്ന് പഠിക്കണം എന്ന് പറയുന്ന ഒരു കാര്യം ഇല്ലാത്തതിന്റെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട്. എവിടുന്ന് പഠിക്കണം എന്നുള്ളത് ഇപ്പോഴും അറിയില്ല. ഇപ്പോഴും എല്ലാവരും പണ്ട് മൈസെൽഫ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എന്തായിരുന്നു പ്രശ്നം, ഇപ്പോഴും അതേ പ്രശ്നം തന്നെ ലൂപ്പിൽ വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഇങ്ങനെ നമ്മൾ സംസാരിച്ച് വന്നപ്പോ മേ ബി അങ്ങനെയും വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. കാരണം ഇപ്പോഴും കുറെ പേർക്ക് ഇത് എവിടുന്നാണ് ഇത് പഠിക്കേണ്ടതെന്നുള്ളത് അറിയില്ല. എല്ലാവരും കുറെ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ എവിടുന്നാണ് പഠിക്കണേ, എന്തിനാ പഠിക്കണേ എന്നുള്ളത് അറിയുന്നില്ല. എനിക്ക് തോന്നുന്നു ഇപ്പൊ എവിടുന്ന പഠിക്കണെന്നുള്ള ഒരു സാധനം ഇല്ലാത്ത പണ്ട് എന്ന് പറയുമ്പോൾ ഈ സോഷ്യൽ മീഡിയ ഇത്ര ഇല്ല നമ്മൾ പഠിച്ചു വരുന്ന സമയത്ത്. ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്ലാസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ കേരളത്തിൽ തന്നെയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കാലിക്കറ്റ് ഒരു ക്ലാസ് നടക്കുന്നുണ്ട്, ഒരു ആർട്ടിസ്റ്റിന് ക്ലാസ് നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അവിടെ പോകും. ട്രിവാൻഡ്രത്തുള്ളവരും കൊച്ചിയുള്ളവരും എല്ലാവരും അവിടെ എത്തും. അതുപോലെ കൊച്ചിയിൽ നടക്കുന്നുണ്ടെങ്കിൽ എല്ലാവരും അങ്ങോട്ട് പോകും. അങ്ങനെയായിരുന്നു. ഇപ്പൊ പക്ഷേ ഈ സോഷ്യൽ മീഡിയ റീൽസ് ഒക്കെ വന്നതോടുകൂടി, ലോക്ക്ഡൌൺ വന്നതോടുകൂടി ആയിരിക്കും എല്ലാം ഓൺലൈൻ ക്ലാസ് എന്നുള്ളൊരു സാധനം അവിടെ ഓപ്പൺ ആയപ്പോൾ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റിന്റെ ക്ലാസ് വരെ എല്ലാവരും ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ക്ലാസ് നിറഞ്ഞു എടുക്കുക, എവിടെ നിന്ന് വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇവിടുന്ന് പഠിക്കണം ഇപ്പൊ ഒരു ഐഡിയ ഇല്ല, വീട്ടിലിരുന്ന് തന്നെ ട്യൂട്ടോറിയൽസ് ഒക്കെ ഭയങ്കരമായിട്ട് കൂടി. അപ്പോ എല്ലാവർക്കും ഭയങ്കര കംഫർട്ടായിട്ട് വീട്ടിലിരുന്ന് പഠിക്കാൻ പറ്റുന്ന ഒരു സാധനമായി. അപ്പോൾ ഒരുമിച്ചുള്ള ഗ്യാതറിങ്ങും അങ്ങനത്തെ ഒരു ഒറിജിനൽ ട്രെയിനിങ് അങ്ങനത്തെ കാര്യങ്ങൾ കുറഞ്ഞതിന്റെ ആയിരിക്കാം എവിടുന്ന് പഠിക്കണം എന്നുള്ളത് എല്ലാവർക്കും അറിയില്ല, ഇങ്ങനെ ബ്രോഡായി കിടക്കുക. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. ഈ അണ്ടർഗ്രൗണ്ട് ഡാൻസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം മേ ബി അത് അവർക്കൊരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയാ, അവരുടെ ആർട്ടിനെ പല രീതിയിൽ അവരുടെ ട്രൂ ഫോം അവർക്ക് കാണാൻ പറ്റാത്തതിന് ഒരു കാരണം കൂടെയാണ്. ഇപ്പൊ കൊമേഴ്ഷ്യലി ഭയങ്കരമായിട്ട് ഇപ്പൊ റിയാലിറ്റി ഷോസ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ റിയാലിറ്റി ഷോസിനകത്ത് ഓരോ സ്റ്റൈൽസും ഇപ്പൊ റിയാലിറ്റി ഷോസ് നമ്മുടെ നാട്ടിലില്ല, പക്ഷെ അത് ഉണ്ടായിരുന്ന ഒരു ടൈമില് ഓരോ സ്റ്റൈൽസിന്റെ പേര് പറഞ്ഞ് അത് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പെർഫോം ചെയ്യുമ്പോൾ ആക്ച്വലി ആ സ്റ്റൈല് ചെയ്യുന്നവർക്ക്
അതെ അത് അതിന്റെ ഒരു കാണുമ്പോഴുള്ളൊരു അത് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുന്നത് നമ്മൾ കഥകളിയൊക്കെ നോക്കിയാൽ മതി. ഇപ്പൊ കഥകളി എന്ന് പറഞ്ഞൊരു ഫോം ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോസിനകത്ത് പെർഫോം ചെയ്യുന്ന സമയത്ത് അത് പ്രോപ്പർ ആയിട്ടല്ല ചെയ്തെന്നാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. എന്തൊക്കെ പ്രശ്നം ഉണ്ടായിരിക്കും. ഭരതനാട്യം ആണെങ്കിലും മോഹിനിയാട്ടം ആണെങ്കിലും എല്ലാം. കാരണം അത് നമ്മുടെ കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. അതേപോലെ പല കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ അത് ട്രൂലി ആ ആർട്ട് ഫോളോ ചെയ്യുന്ന ആളുകൾക്ക് അതിന് പല രീതിയിൽ അതിനെ ഇപ്പൊ ഹിപ്പ് ഹോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലിറിക്കൽ ഹിപ്പ് ഹോപ്പ് എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. ഇപ്പൊ റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ ആഫ്രോ എല്ലാവിടെയും ആഫ്രോ ഉണ്ട്. യെസ് പക്ഷെ ആഫ്രോ തന്നെ ഇപ്പൊ ബെല്ലി ഡാൻസ് ഫ്യൂസ് ചെയ്തിട്ട് ആഫ്രോ കാണുന്നു, ഹീൽസിൽ ആഫ്രോ ക്രംബ് യൂസ് ചെയ്തിട്ട് ക്രംബ് യൂസ് ചെയ്ത് കാണുന്നത്. അപ്പൊ പല രീതിയിൽ ഇങ്ങനെ കാണുമ്പോൾ കൊമേഴ്ഷ്യലി അതെല്ലാം ഹിറ്റ് ആവുകയാണ്. അപ്പോൾ ഒരു യങ് ഡാൻസർ അല്ലെങ്കിൽ യങ് ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവര് കാണുമ്പോൾ ഇതെല്ലാം കാണുമ്പോൾ അതെല്ലാം ഇൻട്രസ്റ്റ് തോന്നി പഠിക്കാൻ നോക്കുന്നു. പക്ഷെ ഇതിന്റെ പേരെന്താണ്, ഇതെങ്ങനെയാണ്, ഇതിന്റെ ഒരു റൂട്ട് എന്താന്നുള്ളത് എന്താണ് ഇപ്പൊ തോപ സോങ് ഇത്രയും റീല് ട്രെൻഡിങ് ആയി, അതെല്ലാവരും ഡാൻസ് ചെയ്തു. പക്ഷെ അതെന്താണ്, അത് ഏത് സ്റ്റൈലിൽ നിന്നാണ്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അത് ഒറിജിനലി അത് ഫോളോ ചെയ്യുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്കുന്നത്. അവർ നോക്കുമ്പോ തോപത്തോപ്പയിലെ സ്റ്റെപ്പാണ് ഇത് എന്ന് പറയുമ്പോ അവരുടെ അവസ്ഥ എന്താണ്, ഇതെന്നാണ് ഇതിരുത്ത് എന്ന് പറയാല്ലേ. അതെ അതെന്താണ് ഇപ്പൊ തോപത്തോപ്പയിലെ സ്റ്റെപ്പ് ഇവര് ചെയ്യുന്നത് പറയുന്നത്. ഒരുപാട് സ്റ്റെപ്പ് ഇങ്ങനെ മിസ്പ്ലേസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്, അതും വേണം പറയാൻ. ഇപ്പൊ ഈ ഗോര എന്ന് പറഞ്ഞ സ്റ്റെപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റെപ്പ് ഇപ്പൊ ഹിപ്പോപ്പിനകത്ത് പറയുകയാണെങ്കിൽ ഇപ്പൊ മറ്റേ സ്മീസ് ഒക്കെ വന്ന സമയത്താണെന്നുണ്ടെങ്കിലും അത് കാണുമ്പോൾ അതെല്ലാരും കോപ്പി ചെയ്യുന്നുണ്ടൊക്കെയാണ്. പക്ഷെ അത് എന്ത് മ്യൂസിക്കിൽ അത് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് അറിയാത്ത കുറെ പേര് അതിനെ റാൻഡംലി പ്ലേസ് ചെയ്യുമ്പോ ഇത് കാണുന്നല്ലേ ഒറിജിനൽ ഡാൻസർ എല്ലാവരും സ്റ്റെപ്പായിട്ടാണ് കാണുന്നത്. അതിന്റെ സ്റ്റൈലായിട്ടോ അല്ലെങ്കിൽ അത് അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലുള്ള കാര്യം എന്താണ്, അതിന്റെ തോട്ട് പ്രോസസ് എന്ന് അറിയണില്ല, എങ്ങനെ ഉണ്ടായി അതൊന്നും ട്രൂ ഫോം അറിയണില്ല. അതാണ് ഞാൻ പറഞ്ഞപ്പോ ലൂപ്പായിരുന്നു. കാരണം ഇപ്പൊ ഞങ്ങളുടെ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ സ്കൂബോട്ട് എല്ലാവരും ചെയ്യും, അത് സ്റ്റെപ്പായിട്ടാണ് കാണുന്നത്. ഇപ്പൊ അങ്ങനെയായി, ഇപ്പൊ സ്റ്റെപ്പായിട്ട് പിന്നെ കണ്ടു തുടങ്ങി. അതുപോലെ ഇപ്പൊ ഡാൻസേഴ്സ് അങ്ങനെ പഠിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സമയം കണ്ടെത്തല്ലോ. അപ്പോ അണ്ടർഗ്രൗണ്ട് ഡാൻസേഴ്സിന്റെ ബേസ് ചെയ്ത് അവരുടെ സൈഡ് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരിത്രയും ഒരു എന്താ പറയാ ഇത്രയും സീരിയസ്നെസ്സോട് കൂടെ കാണുന്ന ഒരു ഐറ്റം കൊമേഴ്ഷ്യലി അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയാലോ അവരുടെ സൈഡിൽ നോക്കുമ്പോൾ. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് അങ്ങോട്ട് പോകാനുള്ള മടിയും ഭയങ്കരമായിട്ടുണ്ടായിരിക്കും. അവർക്ക് അവരുടെ ആർട്ട് തന്നെ ട്രൂലി പിടിച്ചു നിൽക്കാനായിരിക്കും തോന്നുന്നുണ്ടായിരിക്കും. അത് നമുക്ക് തെറ്റെന്നോ ശരിയെന്നൊന്നും പറയാൻ പറ്റില്ല. കുറെ പേർക്ക് ഇപ്പോഴും ട്രൂ ആയിട്ട് പഠിക്കാൻ പറ്റുന്നത്. ഇപ്പോഴുള്ള ജനറേഷനിൽ ആരും അത് അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെ ട്രൂ ആയിട്ട് അങ്ങനെ ഒറിജിനൽ കാര്യങ്ങൾ കൊണ്ടുപോയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ജനറേഷനിൽ പോയിട്ട് പോകുമ്പോൾ അങ്ങനെ സ്റ്റൈൽസ് ഇല്ലാണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു കൾച്ചർ അറിയില്ല, എല്ലാ സ്റ്റെപ്സും എല്ലാം കൊറിയോസും മാത്രമായി മാറും. ഉറപ്പായിട്ടും. പിന്നെ ലൈക് മ്യൂസിക് ഇതുപോലെ വലിയൊരു റോള് പ്ലേ ചെയ്യുന്നുണ്ട്. കാരണം മ്യൂസിക് ഇത്രയും ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഒരു ഡാൻസർ ഒരേപോലെ തന്നെ ഇരിക്കണം എന്ന് പറയാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. ഓപ്പൺ സ്റ്റൈൽ, ഓൾ സ്റ്റൈൽ അപ്രോച്ചസ് ഒക്കെ വരുന്ന അവിടെയല്ലേ. ഇപ്പൊ അനുരാഗിന്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു ഫോം പ്രോപ്പർലി അതിൻ്റെതായ ഓജീസിന്റെ അടുത്തൊക്കെ പഠിച്ചിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ പഠിക്കുന്ന ഒരാളാണ്, അത് ഷെയർ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ എത്രത്തോളം ക്ലാസ്സസിൽ പ്യുവറായിട്ട് ലോക്കിങ്ങിലേക്ക് ഫങ്ക് മ്യൂസിക് വെച്ച് മാത്രം ക്ലാസ്സസ് എടുക്കാൻ പറ്റാറുണ്ട്. അതിന്റെ കാര്യം എന്ന് പറയുന്നത്, കാരണം ഞാൻ ഇവിടുത്തെ സ്റ്റുഡൻസിനാണ് ക്ലാസ് എടുക്കുന്നത്, ഇവിടുത്തെ ആൾക്കാർക്കാണ്. ഇവിടുത്തെ ആൾക്കാർ കേൾക്കുന്ന പാട്ടുകൾ നമ്മുടെ പാട്ടുകളാണ്, മലയാളം സോങ്സ്, തമിഴ് സോങ്സ്, ഹിന്ദി സോങ്സ് ആണ് കേൾക്കുന്നത്. അപ്പോൾ ഞാൻ ഡയറക്റ്റ്ലി ഈ ലോക്കിങ്ങിന്റേതായ മ്യൂസിക് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ആരും കണക്ട് ആവില്ല. അത് പക്ഷേ എൻജോയ്മെന്റ് ഉണ്ടാവില്ല. കാരണം ഡാൻസ് ചെയ്യുന്നത് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ, ലോക്കിങ്ങിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സോങ്സിൽ തന്നെ ലോക്കിങ്ങിന്റെ എന്തെങ്കിലും ഫീൽ കിട്ടുന്നത്, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ തോന്നുന്ന സോങ്സ് വെച്ച് ഞാൻ ചെയ്യും. എന്റെ കൊറിയോസ് നോക്കുകയാണെന്നുണ്ടെങ്കിലും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത്. എന്നാലാണ് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോ മലയാളം മൂവീസിലൊക്കെ റാപ്പ് മ്യൂസിക് വരാൻ തുടങ്ങി. മുന്നേ റാപ്പ് മ്യൂസിക്സ് ഉണ്ട്, അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റുകൾ ചെയ്യുന്നുണ്ട്, പക്ഷെ അതിനൊന്നും അക്സെപ്റ്റൻസ് ഇല്ല, ആർക്കും അറിയില്ല. പക്ഷെ കൊമേഴ്ഷ്യൽ സാധനങ്ങൾ അങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ, ബേബി ജീനാണെന്നുണ്ടെങ്കിലും അങ്ങനെ എല്ലാവരും റാപ്സി ആണെങ്കിലും എല്ലാവരും സോങ്സ് വരാൻ തുടങ്ങിയപ്പോൾ ആൾക്കാർ കേൾക്കാൻ തുടങ്ങി, ഇങ്ങനെ റാപ്പ് മ്യൂസിക് ഉണ്ടെന്ന് അറിയാൻ തുടങ്ങി. അപ്പോൾ ശരിക്കും അത് അണ്ടർഗ്രൗണ്ട് ഡാൻസേഴ്സിനാണെങ്കിൽ ഒരു നല്ല കാര്യമാണ്. ഇങ്ങനെ ഒരു സാധനം ഉണ്ട് നാട്ടിൽ അറിയാൻ തുടങ്ങി. ഇനി അവർക്ക് അതിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവരെയും അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോ അണ്ടർഗ്രൗണ്ട് സീനിലുള്ളവർക്ക് അറിയാം, അവർക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ട്, അവർക്കൊരു ഐഡന്റിറ്റി, ഇങ്ങനെയുള്ള ആൾക്കാരുണ്ടെന്നുള്ള അറിയാം. പക്ഷെ പുറത്തേക്ക് അറിയില്ല. പുറത്തേക്ക് അറിയിക്കേണ്ട ഡ്യൂട്ടി ശരിക്കും ഇവര് തന്നെയാണ്. ശരിക്കും വേടനും ഫെജോ ഉള്ള കാരണം തന്നെ എത്രത്തോളം റാപ്പേഴ്സ് ന്യൂ കമേഴ്സ് ആയിട്ട് വന്നിട്ടുണ്ട്. ഫെജോ ഉള്ള കാരണം അതാ പറഞ്ഞ ആൾക്കാർ വരുന്നുണ്ട്, ഫെജോനെ കണ്ടിട്ടാണ് റാപ്പ് ചെയ്യാൻ തുടങ്ങിയെന്നുള്ള. ഈവൻ നമ്മളാണെന്നുണ്ടെങ്കിലും ഫെജോ മ്യൂസിക് കേട്ടാണ് ആദ്യ സമയത്തിലേക്ക് മലയാളം റാപ്പിംഗ് കാര്യങ്ങളൊക്കെ ഭയങ്കര അധികം നമ്മൾ ഉണ്ടായിരുന്നു. ഓർമ്മയില്ലേ നമ്മള് പോയിരുന്ന സമയത്തൊക്കെ ഫുൾ ഫെജോ മ്യൂസിക്സ് ആയിരുന്നു. അതിന് മുന്നേ ആൾക്കാരുണ്ട്, നമുക്ക് അത്ര അറിയണ്ടായിരുന്നില്ല. അതെ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊരു എവല്യൂഷൻ ആണെന്ന് പറയാം ശരിക്കും. കാരണം
അപ്പോൾ മ്യൂസിക് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ ഓരോ കൾച്ചറിലും ലൈഫ് സ്റ്റൈലിലും എല്ലാത്തിലും മാറ്റങ്ങൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള ടൂളാണ് മ്യൂസിക്. മ്യൂസിക് അപ്പൊ അത്രയും ചേഞ്ചസ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ റാപ്പ് മ്യൂസിക് ഇപ്പോഴാണ് നമ്മളിവിടെ ഇത്രയും ചർച്ച ചെയ്യപ്പെടുന്നത്. കാരണം അത് അതിന്റെ മ്യൂസിക് ലിറിക്സിനകത്തുള്ള പൊളിറ്റിക്സും കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോ ഇപ്പൊ നമ്മൾ കൂടുതലും അതിനെ ഭയങ്കര സീരിയസ് കാര്യമായിട്ട് സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ റാപ്പ് മ്യൂസിക് ഇവിടെ പണ്ടേ ഉണ്ട്, എത്ര എത്ര വർഷങ്ങളായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോ അതിന്റെ വ്യത്യാസങ്ങളാണ്. കാലങ്ങൾ മാറുന്നതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ മ്യൂസിക്കിനകത്തും ഡാൻസിനകത്തും എന്നും വന്നുകൊണ്ടേയിരിക്കും. ഇപ്പോ ലോക്കിങ്ങിന്റെ കാര്യം പറഞ്ഞാലും പഠിപ്പിക്കേണ്ട കാര്യം പറഞ്ഞാലും അപ്പൊ നമ്മുടെ ഇഷ്ടങ്ങൾ എന്ന് പറയുന്ന ഓരോ ഡാൻസർക്കും ഓരോ ഡാൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടിക്കും അവർക്ക് ഡാൻസ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം കിട്ടണം. അവർക്ക് അവര് ചെറുപ്പം തൊട്ട് കേട്ട് വളർന്നിട്ടുള്ള പാട്ടുകൾ അങ്ങനത്തെ ആണെങ്കിൽ അങ്ങനത്തെ പാട്ടുകളിൽ നിന്നായിരിക്കും അവർക്ക് ആ ഒരു കിക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ പിന്നെ അങ്ങനത്തെ സിറ്റുവേഷൻ സറൗണ്ടിങ്സ് മാറണം. ഇപ്പൊ ഡാൻസ് ക്ലാസ്സിൽ വന്ന് ഡാൻസ് ക്ലാസ്സിൽ ഇതുപോലെ പല സൈഫേഴ്സോ അല്ലെങ്കിൽ ബാറ്റിൽസോ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ പല പല കാര്യങ്ങൾ കണ്ട് ഇൻസ്പയർഡ് ആയി അങ്ങനെ വേണം ഒരു ഗ്രാഫ് അവർക്ക് കിട്ടാൻ അല്ലെങ്കിൽ ചേഞ്ചസ് കിട്ടാൻ. നമ്മളൊക്കെ അങ്ങനെയല്ലേ, നമ്മള് സൈഫറിന്നോ കമ്മ്യൂണിറ്റിന്ന് ഉണ്ടായത് ആൾക്കാരല്ല. അതെ, നമ്മള് കറക്റ്റ് ക്ലാസ്സിന് വന്ന് ഇപ്പൊ പഠിച്ചു, ലോക്കിങ് പഠിച്ചു. പിന്നെയാണ് അത് എങ്ങനെയായിരുന്നു നമ്മള് ഗാനമേളയും പിന്നെ ഗാനം അതുണ്ട് നമ്മുടെ കൾച്ചറിൽ. പക്ഷെ ഈ ഒരു കൾച്ചർ സ്റ്റൈല് പഠിച്ചത് സൈഫറിന്ന് കമ്മ്യൂണിറ്റിന്ന് ഒന്നുമല്ല. പ്രോപ്പർ ക്ലാസ്സിന് വന്നു, പല ആർട്ടിസ്റ്റിന്റെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്തു. പിന്നെ അതിന്നാണ് പിന്നെ നമ്മൾ ഞാനൊക്കെ ബാറ്റിൽ ഇറങ്ങി തുടങ്ങി അതിന്റെ ഒരു കിക്കും ഐഡിയ ഒക്കെ മനസ്സിലാക്കി തുടങ്ങിയത്. ഓക്കെ, നിങ്ങൾ ബാംഗ്ലൂർ വർക്ക്ഷോപ്പിന് പോയി കഴിഞ്ഞപ്പോ കൾച്ചറിനെ ബേസ് ചെയ്തിട്ട് ഹെൻറി ലിങ്ക് പറഞ്ഞ പോയിന്റ് ഉണ്ടായിരുന്നില്ലേ, അത് ഓർക്കുന്നുണ്ടോ? അത് കറക്റ്റ് എന്താന്ന് വെച്ചാ നമ്മുടെ കൾച്ചർ വിടരുത് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ അതൊരു വാലിഡ് പോയിന്റ് ആണ്. കാരണം കുറച്ചധികം അണ്ടർഗ്രൗണ്ട് ഡാൻസേഴ്സിന് അവരതിനെ കാണുന്നത് അങ്ങനെയാണ്. ലൈക്ക് ഇപ്പൊ ഹിപ്ഹോപ്പ്, ലൈക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ആരെയും ഹെയ്റ്റ് പറയല്ല, ഇപ്പൊ ഹിപ്ഹോപ്പ് ഡാൻസേഴ്സ് ചിലർ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ബ്രേക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ഒരു ആറ്റിറ്റ്യൂഡ് അതിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കോമ്പറ്റീറ്റീവ് രീതിയിലാണ് അതിന്റെ ഒരു കാണുന്നത് തന്നെ. ഇപ്പൊ ഹൗസ് ഡാൻസിങ് ചെയ്യുന്ന ഒരു ലവ് ആൻഡ് ലൈക്ക് അങ്ങനത്തെ ഒരു ഫീൽഡല്ല ബ്രേക്കിങ്ങിന്റെ ബാറ്റിൽസും കാര്യങ്ങളും അറിയാലോ. ഒരു ആറ്റിറ്റ്യൂഡ് വ്യത്യാസമുണ്ട്. അപ്പോ അങ്ങനെയുള്ള കുറച്ച് പേർക്ക് ഇപ്പൊ കൾച്ചറിനകത്ത് നിന്നുകൊണ്ട് പറയുമ്പോ പുറത്തുള്ള അത് ആ കൾച്ചർ അങ്ങനെയാണ്, ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന രീതിയിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ. ആക്ച്വലി നമ്മുടെ കൾച്ചർ മറന്നിട്ട് ആ കൾച്ചർ ഫോളോ ചെയ്യണം. അപ്പൊ ഹെൻറി ലിങ്ക് പറഞ്ഞത് ഈ കാര്യമാണ്, നമ്മുടെ കൾച്ചർ വിടരുത്, മറ്റുള്ള കൾച്ചറിന് വേണ്ടി നമ്മൾ വളർന്നു വന്ന രീതി നമ്മുടെ കൾച്ചർ വിടരുതെന്നാണ് പറഞ്ഞത്. പുള്ളി എന്നിട്ട് അന്നൊരു ബോളിവുഡിന്റെ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഫോളോ ആയാലും ചെയ്യിപ്പിച്ചു. ഹെൻറി ലിങ്ക് കറക്റ്റ് എക്സാക്ട്ലി ബോളിവുഡ് കളിക്കണ പോലെ ഒന്ന് കളിച്ചു കാണിച്ചു. അപ്പോഴാണ് അതിന്റെ ഒരു നമുക്ക് ഐഡിയ മനസ്സിലായത്, നമ്മുടെ കൾച്ചറാണ് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് ഉള്ളത്. അത് ചെയ്യാനുള്ളൊരു മനസ്സും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ പുള്ളി. അത് ഡാൻസിനോടുള്ളൊരു ഇഷ്ടമാണ്, അത് കൾച്ചർ ഡിപ്പെൻഡ് അല്ല. പുള്ളിക്ക് ഡാൻസ് ആണ് മെയിൻ. പുള്ളി ബോളിവുഡ് ആണെങ്കിലും ഫുൾ ഡാൻസ് ചെയ്ത് കറക്റ്റ് എന്താണോ ബോളിവുഡ് പുള്ളി ചെയ്തത് എക്സാക്ട്ലി അതേ ഗ്രൂവിൽ തന്നെ ആള് ഫോളോ ചെയ്ത്. അപ്പൊ അതാണ് മ്യൂസിക്കും ഡാൻസും തന്നെയാണ് എല്ലാം എന്ന് പറയുന്നത്. ആളുകൾ ഇഷ്ടങ്ങൾ മാറുന്നുണ്ടായിരിക്കും, പക്ഷെ ഡാൻസ് ഇപ്പോ എനിക്ക് ഇപ്പൊ ലോക്കിങ് ചെയ്യാനാണ് ഇഷ്ടം എന്നാണെങ്കിൽ ഞാൻ ലോക്കിങ് ചെയ്യുന്നു. അത് കുറച്ച് നാൾ പഠിക്കുമ്പോ ഇപ്പൊ നീ ലോക്കിങ് ആദ്യം ചെയ്തിരുന്നു, ഇപ്പൊ നീ ലോക്കിങ് ചെയ്യുന്നില്ല, ഇപ്പൊ നിന്റെ ഇഷ്ടം മാറി. അത് എന്ന് കരുതി കുറെ ലോക്കിംഗ് ഡാൻസേഴ്സ് പറയുകയാണ് ആഫ്രോ ഇനി മുതൽ ആഫ്രോ ലോക്കിംഗ് ഡാൻസ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് എന്താ കാര്യമുള്ള? അതിലൊരു നിനക്ക് അതിനുള്ള ഇഷ്ടമുള്ള സമയം ഉണ്ടായിരുന്നു, നീ അത് മാക്സിമം എൻജോയ് ചെയ്തു. അത് കഴിഞ്ഞ് നിന്റെ ഇഷ്ടം കുറച്ച് മാറി, നീ അതിലോട്ട് പോയി. ഇങ്ങനെയല്ലേ നമ്മളെന്നും ഒരേ കാര്യം പഠിച്ചുകൊണ്ടിരിക്കുക, മാറില്ല എന്തായാലും. ഇപ്പോ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ മ്യൂസിക്കിന്റെ കാര്യം പറഞ്ഞു, മ്യൂസിക്കാണ് ഭയങ്കരമായിട്ട് എല്ലാറ്റിനെയും ഇങ്ങനെ ഇൻസ്പയർ ആക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ കാണുന്നതും കേൾക്കുന്നതുമാണ് നമ്മൾ കൂടുതലും ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടപ്പെടുക. അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ വളർന്നു വരുന്ന ജനറേഷൻ ആണെന്നുണ്ടെങ്കിലും കാണുന്നത് റീൽസിൽ കാണുന്ന വീഡിയോസ് ആണ്, കേൾക്കുന്നത് ഇപ്പോഴത്തെ മ്യൂസിക് ആണ്. മ്യൂസിക്കിന് ഡാൻസ് ചെയ്യാൻ തോന്നും, ഡാൻസ് ചെയ്യാൻ തോന്നും, അതുപോലെ കളിക്കാൻ തോന്നും. ഈ അണ്ടർഗ്രൗണ്ടില് ഒറിജിനൽ കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട്, പക്ഷെ അത് ഇവർ കാണുന്നില്ല, പുറത്തു വരുന്നില്ല. കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണിക്കേണ്ട ശരിക്കും ഇപ്പൊ നമ്മുടെയും അതുപോലെ അണ്ടർഗ്രൗണ്ട് മാത്രമായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെയും ഡ്യൂട്ടിയാണ് ഇപ്പൊ വരുന്ന ജനറേഷൻ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ള കാര്യം അറിയിക്കലും അവരെ ഇത് ഡാൻസ് ചെയ്യാനായിട്ട് തോന്നണ്ടേ അവർക്ക്. അങ്ങനെ ഇതിപ്പോ ഈ അണ്ടർഗ്രൗണ്ട് ഡാൻസിങ്ങിന്റെ കാര്യം പറയുമ്പോ തന്നെ ഇപ്പൊ എനിക്ക് ഇപ്പൊ കണ്ടംപററി സൈഡ് ആണെന്നുണ്ടെങ്കിലും ഇങ്ങനെ തോന്നാറുണ്ട്. നമ്മള് കണ്ടു വളർന്നൊക്കെ കൊമേഴ്ഷ്യൽ ആണെന്നാണ് ഇപ്പോഴാണ് അതൊക്കെ അറിയണേ. അതെ, അപ്പൊ ഈ കണ്ടംപററി അല്ലെങ്കിൽ ഇപ്പൊ ജാസ് അങ്ങനത്തെ സ്റ്റൈൽസ് എല്ലാം ഇത്രയും വർഷങ്ങൾ മുന്നുള്ള സ്റ്റൈൽ അല്ലെങ്കിൽ മ്യൂസിക് ജോണേഴ്സ് ആണ് ജാസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതിന്റെ ഒക്കെ ഇൻഫ്ലുവൻസ് ഒക്കെ നമ്മുടെ ഇന്ത്യൻ ഡാൻസിനകത്താണെങ്കിലും പല പല കൊറിയോഗ്രാഫീസിനകത്തൊക്കെ കാണാം, അതൊക്കെ ഉണ്ട്. പക്ഷെ
ഇവിടെ നമ്മളിപ്പോ ഒരു ഹിപ്പ് ഹോപ്പ് വന്നൊരു ഒരു റെവല്യൂഷൻ വന്നപ്പോ എല്ലാവരും അതിന്റെ പുറകിലോട്ട് ഇങ്ങനെ പോയി. അങ്ങനത്തെ ഒരു ഓരോ സമയത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങളിനനുസരിച്ച് സൊസൈറ്റിയിൽ മാറുന്ന മാറ്റങ്ങൾ നമ്മൾ ഡാൻസിലും മ്യൂസിക്കിലും എല്ലാത്തിലും വന്നു എന്നുള്ളതാണ്. പക്ഷെ ഞാനിതിന്റെ ഒരു ലേണിംഗ് സൈഡ് പറയുമ്പോൾ ഇപ്പൊ കണ്ടംപററി പോലത്തെ ഫോംസ് ആണെന്നുണ്ടെങ്കിലും കൊമേഴ്ഷ്യലി അതിനകത്തും ഭയങ്കര കൊറിയോഗ്രഫി ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ അതും പ്രോപ്പർലി ആർക്കും പഠിക്കണം എന്നൊരു ആഗ്രഹമില്ലാത്ത പോലെയോ അങ്ങനെയൊക്കെ പലപ്പോഴും തോന്നാറുണ്ട്. കാരണം അതും കാണുന്നത് ഭയങ്കര കുറവ്. ഇപ്പൊ അനുരാഗ് പറഞ്ഞ പോലെ ഇത് കാണുമ്പോ അല്ലെങ്കിൽ കാണണം, കേൾക്കണം, ഈ രീതിയിൽ നമ്മൾ ഇൻസ്പയർഡ് ആവുക. അപ്പൊ അതിനുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവണം. അപ്പൊ അണ്ടർഗ്രൗണ്ട് ഡാൻസേഴ്സ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഡാൻസേഴ്സ് അങ്ങനെ എന്ത് ക്ലാസിഫിക്കേഷൻ നമ്മൾ കൊടുത്താലും പേരിട്ട് വിളിച്ചാലും ഇല്ലെങ്കിലും നെക്സ്റ്റ് ജനറേഷനോ അല്ലെങ്കിൽ ഉള്ള ആളുകൾക്കോ ഇതിനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ഓൾവേസ് നടന്നുകൊണ്ടിരിക്കണം. അതിനെ കമ്മ്യൂണിറ്റിയിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവണം, ഇനീഷ്യേറ്റീവ്സ് ഉണ്ടാവണം, എന്നാലേ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്കിപ്പോ സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ടീച്ചിങ് സൈഡിലാണ് നമ്മളിപ്പോ കൂടുതൽ സംസാരിച്ചത്. അതിൽ ആദ്യം ആഫ്രോ പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു, അതായത് നമുക്കൊരു ഫ്രീഡം എന്ന് പറഞ്ഞൊരു പോയിന്റ് ആയിട്ട് സംസാരിച്ചു. സോ കൊമേഴ്ഷ്യൽ സൈഡ് ഫ്രീഡം കുറവാണ് എന്ന രീതിയിലുള്ള കാര്യം പറഞ്ഞു. സോ അത് കുറച്ചും കൂടെ ഒന്ന്, കാരണം ഇപ്പൊ കൊമേഴ്ഷ്യലി മൂവി സൈഡ് ആണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് സൈഡ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ആഫ്രോ വർക്ക് ചെയ്തിട്ടുണ്ട്. സോ എങ്ങനെയാണ് ആ ഒരു ഫ്രീഡത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് രണ്ട് സൈഡിലും? ഇപ്പോൾ കൊമേഴ്ഷ്യൽ ആവുമ്പോൾ നമുക്കൊരു പെർട്ടിക്കുലർ മ്യൂസിക് സെലക്ട് ചെയ്ത് അതിലൊരു കൊറിയോഗ്രാഫി ചെയ്ത് അങ്ങനെയാണ് അത് പെർഫോമൻസ് അതിൻ്റെ ഒരു ചാർട്ട് അതിൻ്റെ ഒരു ഫ്ലോ വരുന്നത്. പക്ഷെ മറ്റേലാകുമ്പോൾ നമുക്ക് ഇപ്പോൾ ബാറ്റിൽസ് ഇറങ്ങുകയാണെങ്കിൽ പോലും സൈഫേഴ്സ് ആണെങ്കിൽ പോലും നമുക്ക് അപ്പോൾ ആ സ്പീക്കറിൽ എന്താണ് പ്ലേ ആവണേ, അപ്പോൾ ആ DJ എന്താണ് പ്ലേ ചെയ്യണേ, അതിലാണ് നമ്മൾ ഓൺ ആ നൗവാണ് ചെയ്യണത്. അപ്പം എന്താണ് തോന്നുന്നത് അതാണ് ചെയ്യണത്. അതിൽ ആക്ച്വലി വേറെ തന്നെ ഒരു കിക്ക് കൊണ്ട് നമുക്കൊരു നല്ല എന്താ പറയുക, അതിൽ അതൊരു ഫ്രീഡമായിട്ട് തന്നെ കണക്കാക്കണം ആക്ച്വലി. അത് മറ്റേലാകുമ്പോൾ നമ്മൾ എന്താ രണ്ടിനും നല്ലത് കൊണ്ട് പൊട്ടയുണ്ട്, എന്നാലും കൊമേഴ്ഷ്യൽ സോങ്സിൽ നമ്മൾ ഡാൻസ് ചെയ്യുന്നുണ്ടായിരിക്കില്ലേ? കൊമേഴ്ഷ്യലി അതും അതിലുണ്ട്. നമ്മൾ കേട്ട് വളർന്ന മ്യൂസിക്കിൽ ഈ സ്റ്റൈൽ ഇപ്പം നമ്മൾ പഠിച്ച സ്റ്റൈൽസ് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴും നമുക്ക് രണ്ടും എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ മ്യൂസിക് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്, നമ്മളിപ്പോൾ പഠിച്ച ആ ഒരു ഫോം അതിൽ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതും കണക്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി നല്ലോണം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, അതായത് ഇപ്പൊ കൊമേഴ്ഷ്യലി ഫ്രീഡം കുറവാണ് എന്നുള്ളത് പറഞ്ഞു, അപ്പൊ അണ്ടർഗ്രൗണ്ട് ഡാൻസിൽ കുറെ ഫ്രീഡം ഉണ്ട് എന്നുള്ളതും പറഞ്ഞു. ഇപ്പൊ ആഫ്രോ ഹിപ്പ് ഹോപ്പ് എന്ന് പറഞ്ഞ സ്റ്റൈല് ട്രെയിൻഡ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ബാറ്റിൽസ് ഒക്കെ ഇറങ്ങുന്ന ഒരു ടൈമില് ആഫ്രോന് ഇഷ്ടമുള്ള വേറൊരു സോങ്, വേറൊരു ടൈപ്പ് ഓഫ് സോങ്ങിനകത്ത് ഒരു ഹിപ്പ് ഹോപ്പ് ഡാൻസിങ് ചെയ്യാനായിട്ട് ആഫ്രോന് തോന്നുകയാണ്. പഠിച്ച കാര്യങ്ങളൊക്കെ വെച്ച് അത് ചെയ്യുമ്പോൾ ആഫ്രോനും മൈൻഡിൽ നല്ലൊരു സന്തോഷം സമാധാനം തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് ആഫ്രോ എന്തായാലും ചെയ്യണ്ടേ. അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആഫ്രോന്റെ ടാലന്റിനോട് റെസ്ട്രിക്ട് ചെയ്യല്ലേ ചെയ്യണം. നമ്മൾ അങ്ങനെയും ചിന്തിക്കണ്ടേ? അത് ശരിയാണ്. കൊമേഴ്ഷ്യലി നോക്കുമ്പോൾ ഒരു സോങ് നമുക്ക് കേട്ടിട്ട് നമുക്കത് ഇല്ല, ഞാൻ ഹിപ്പ് ഹോപ്പ് ഡാൻസർ ആണ്, ഞാൻ അത് ചെയ്യില്ല, അങ്ങനെ പറയാൻ പറ്റില്ല. നമുക്ക് ഇഷ്ടങ്ങൾ ഉണ്ടായിരിക്കില്ലേ എന്തായാലും. ഇപ്പൊ നമ്മുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ ഹിറ്റ് ആയിട്ടുള്ള എല്ലാ സോങ്സും എന്ന് പറയുന്നത് 90s ടൈമിലത്തെ സോങ്സ് ആണ്. ഞങ്ങളുടെ ചെറുപ്പത്തിൽ അത് ചെയ്യണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹങ്ങളുണ്ട്. ചില പാട്ട് ഇപ്പൊ മേസ ക്യൂബ് എന്ന് പറഞ്ഞ സോങ് ഡാൻസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. അതേപോലെ ഹരഹര ശങ്കര എന്ന് പറഞ്ഞ സോങ് ഡാൻസ് ചെയ്യുന്നത് ഒരുപാടുണ്ടായിരുന്നു. അത് പക്ഷെ ഒരു 10 കൊല്ലം മുന്നേ കൊറിയോഗ്രഫി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണത് വേറെ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ വൺസ് നമ്മൾ പല സ്റ്റൈൽസിലൂടെ കടന്നു പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ മ്യൂസിക് സെൻസ് മാറി, നമ്മുടെ മ്യൂസിക് കേൾക്കുന്ന രീതി മാറി, നമ്മുടെ ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ നമ്മുടെ നോളേജ് മാറി. അപ്പൊ ഒരു പാട്ടിന് നമ്മള് കൺസീവ് ചെയ്യുന്ന രീതി മാറി. കൊറിയോഗ്രഫി ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ചും കൂടെ നമുക്ക് കിട്ടുന്നത് ഒരു ഹിപ്പ് ഹോപ്പിഷ് ഫീലിംഗ് കിട്ടുന്ന ഏരിയാസ്, അല്ലെങ്കിൽ ഒരു ക്രംബ് ഫീലിംഗ് കിട്ടുന്നത്. അപ്പൊ അത് ട്രെയിൻഡ് ആവുന്നത് കൊണ്ടാണ് ഈ ഫീലിംഗ് കിട്ടുന്നത്. അപ്പോ എനിക്ക് കംപ്ലീറ്റ്ലി അണ്ടർഗ്രൗണ്ട് ആയിട്ട് നിൽക്കുമ്പോൾ ഒരു സെറ്റ് ഓഫ് മ്യൂസിക്കും ഒരു സെറ്റ് ഓഫ് ഡാൻസസ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാതിരിക്കുകയാണ്. എനിക്ക് ഈ ഫ്രീഡത്തിന്റെ കാര്യത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലി ആണ് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രീഡത്തിന്റെ പ്രശ്നം ഇവിടെ ഇല്ല. ഇപ്പൊ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടമുള്ള സോങ്ങിനെ നമുക്ക് ഡാൻസ് ചെയ്യാം, ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റൈൽസ് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഡാൻസ് ചെയ്യാം. പക്ഷേ അത് നമ്മളൊരു മൂവി പ്രോജക്റ്റിന് വേണ്ടി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ മ്യൂസിക് വീഡിയോന് വേണ്ടി ചെയ്യുമ്പോൾ അതിന് നമുക്ക് അവരുടെ ഇൻസ്ട്രക്ഷൻസ് ഉണ്ടായിരിക്കും, അത് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരിക്കും, അതിൽ എന്ത് ചെയ്യേണ്ടി വരും. നമ്മളൊരു സാധനം ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ഇഷ്ടത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യില്ല, അത് മാറ്റണം, ഇങ്ങനെ ചെയ്യണം എന്ന് പറയും, ഇൻസ്ട്രക്ഷൻസ് വരും ഇല്ലേ. അപ്പോൾ അതിനനുസരിച്ച് മാറ്റേണ്ടി വരും. അപ്പോഴാണ് ഈ ഫ്രീഡത്തിന്റെ പ്രശ്നങ്ങൾ വരുന്നത്. പക്ഷെ അതല്ലാതെ നമുക്ക് ഇൻഡിവിജ്വലി ചെയ്യാം, നമുക്ക് ഇഷ്ടമുള്ള സോങ്സിന് ചെയ്യാം, നമുക്ക് ആൾക്കാരിലോട്ട് എത്തിക്കാൻ അപ്പോഴും അവിടെ ഒരു വഴിയുണ്ട്. അത് വാലിഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. പക്ഷെ ഇപ്പൊ കൊമേഴ്ഷ്യൽ സൈഡിൽ ഇപ്പൊ മൂവി സൈഡിലൊക്കെ വർക്ക് ചെയ്ത രീതിയിൽ നമുക്ക് നോക്കുമ്പോൾ അതൊരു ഡയറക്ടറുടെ, ഒരു മ്യൂസിക് കമ്പോസറുടെ ക്രിയേറ്റിവിറ്റി തന്നെ അവരുടെ ഫ്രീഡമാണ്. അപ്പോ അതൊരു ആർട്ട് വർക്ക് അല്ലെങ്കിൽ ഒരു പീസ് ക്രിയേറ്റ് ചെയ്യാനുള്ള
അവരുടെ ഫ്രീഡത്തിനകത്ത് അവർ ചിന്തിക്കുമ്പോൾ അവർക്ക് തോന്നുകയാണ് ഇവിടെ ഡാൻസിന്റെ ഇങ്ങനത്തെ ഒരു പോർഷൻ വേണം നമ്മുടെ അടുത്ത് പറയുന്നത്. ഒരു ഡാൻസർ കൊറിയോഗ്രാഫറുടെ അടുത്ത് പറയുമ്പോൾ അവര് ആ ഡയറക്ടറുടെ തോട്ട് പ്രോസസ് ആയിട്ട് സിങ്ക് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കൺസെപ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള മൂവ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു എല്ലാവരും കൂടെ വർക്ക് ചെയ്യുന്ന ഒരു ആർട്ട് പീസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊരു കംപ്ലീറ്റ് റെസ്ട്രിക്ഷൻ ആണെന്നൊരു അഭിപ്രായം എനിക്കില്ല. ശരിക്കും അത് ആക്ച്വലി ഒരു ഷെയറിംഗ് പരിപാടിയല്ലേ. ഇപ്പൊ എന്റെ തോട്ട് നിങ്ങൾക്ക് കിട്ടും, നിങ്ങളുടെ തോട്ട് എനിക്ക് കിട്ടും. ഇപ്പൊ ബാറ്റിൽസിനാണെങ്കിൽ സൈഫറിനാണെങ്കിൽ എന്താ ചെയ്യുന്നത്, എക്സ്ചേഞ്ചിങ് അല്ലേ. അതെ സെയിം പരിപാടി തന്നെയാണത്, പക്ഷെ വേറെ രീതിയിൽ വേറെ ഡിഫറെന്റ് സംഭവങ്ങളാണ്. അതെ, ഇപ്പൊ ഒരു ഡയറക്ടോറിയൽ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ അങ്ങനെയാണെന്ന് പറയാം. പിന്നെ ചില സമയത്ത് ഇപ്പോ ചില ക്ലയൻസ് നമുക്കിപ്പോ ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം, വെഡിങ് ഡാൻസസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഷോസ് കൈൻഡ് ഓഫ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് റിക്വയർമെന്റ് ഇങ്ങനത്തെ മതി എന്ന് പറയും. അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് നമുക്ക് ഈ റെസ്ട്രിക്ഷൻ ഫ്രീഡം കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷെ അതും ഒരു പ്രശ്നമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളതിന് കേപ്പബിൾ ആയ പോലെ ഫ്ലെക്സിബിൾ ആവണ കാര്യം. സോ നമുക്ക് ഫ്ലെക്സിബിൾ ആവാനും പറ്റണം, നമുക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള എൻവയോൺമെന്റിൽ വർക്ക് ചെയ്യാനും പറ്റണം എന്നാണെങ്കിൽ അത് ചിലവരുടെ സ്കില്ലാണ്. ചിലവർക്ക് ആ സ്കില്ല് വേണ്ട, താല്പര്യമില്ല, ചിലപ്പോ ഉണ്ടാവില്ല, ചിലപ്പോ താല്പര്യം ഉണ്ടായിരിക്കില്ല. അവരുടെ ഇഷ്ടം. വെഡിങ് ഡാൻസ് പറഞ്ഞപ്പോൾ അപ്പൊ കല്യാണത്തിന് പോയിട്ട് നമുക്ക് അവിടെ പോയിട്ട് സൈഫർ ചെയ്യലും അല്ലെങ്കിൽ അവിടെ ഡാൻസ് ചെയ്യല് എല്ലാവർക്കും അത് കണക്ട് ആവില്ലോ. വാസിദിന്റെ കല്യാണത്തിന് നമുക്ക് ഒക്കേഷൻ അനുസരിച്ച് നമുക്ക് മാറേണ്ടി വരും. നമുക്കിപ്പോ അണ്ടർഗ്രൗണ്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിലും പൂരത്തിന് പോയിട്ട് മറ്റേ നമുക്ക് എന്തായാലും കൊട്ടിയിട്ട് ഇങ്ങനെ കളിക്കാനല്ലേ തോന്നുള്ളൂ, നാച്ചുറലി തോന്നുള്ളൂ. അതല്ലാണ്ട് അങ്ങനെ കളിക്കാൻ വേണ്ടി കളിക്കണതായിരിക്കണം. സോ മ്യൂസിക് ആണ് നമ്മൾ കൾച്ചർ തന്നെയാണ് എല്ലാം. ചെണ്ടയ്ക്ക് വൈബ് ചെയ്യണ പോലെ നമുക്ക് ലോക്കിംഗ് മ്യൂസിക്കിന് അത്രയും എൻജോയ്മെന്റ് കിട്ടുന്ന എനിക്ക് തോന്നുന്നില്ല. പിന്നെ നമ്മള് പഠിക്കുന്ന ഇപ്പൊ ചില ഡാൻസേഴ്സ് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവര് എല്ലാ സ്റ്റൈൽസും പഠിക്കും ലൈക് സോ ദാറ്റ് കൊറിയോഗ്രാഫി ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് മ്യൂസിക് അങ്ങനെയാണ്. അപ്പൊ അത് പക്ഷെ ഒരു ഡയറക്റ്റ് കൊറിയോഗ്രാഫിയിലോട്ട് വന്ന ഒരാൾക്കാർക്ക് പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അവരുടെ മ്യൂസിക് അവർ കേൾക്കുന്ന രീതി അതനുസരിച്ചാണ് അവര് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, കൊറിയോഗ്രാഫി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പല ജോണേഴ്സിലൂടെ ട്രെയിൻ ചെയ്ത് ബാറ്റിൽ ചെയ്ത് അല്ലെങ്കിൽ ഫ്രീ സ്റ്റൈൽ ചെയ്തൊക്കെ വന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കുള്ള മ്യൂസിക്കിന്റെ കുറച്ചുകൂടി അണ്ടർസ്റ്റാൻഡിങ് ഡിഫറെന്റ് ആയി ഫോം ലൈക് ബോഡിയിൽ ഒരു ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ആ ഒരു ചേഞ്ച് ഉണ്ട്. അങ്ങനെയല്ലേ ശരിക്കും നമ്മള് സ്റ്റൈൽ ട്രെയിൻ ചെയ്യുമ്പോ നമ്മള് കേൾക്കണ മ്യൂസിക് ഒന്നും കൂടെ ആ സ്റ്റൈൽ എങ്ങനെ എപ്പോഴുണ്ടായ ആ ടൈമിലുള്ള മ്യൂസിക് തൊട്ട് നമ്മൾ കേട്ടു തുടങ്ങും. അതായത് ഇപ്പൊ ഫങ്ക് എന്ന ഫസ്റ്റ് ഫങ്ക് മ്യൂസിക്, ഫസ്റ്റ് ഹിപ്പ് ഹോപ്പ് മ്യൂസിക് അതൊക്കെ നമ്മൾ കേട്ടു തുടങ്ങുന്നുണ്ട്. അപ്പോൾ അത്രയും നോളജ് ഉണ്ട്, അത്രയും ഇയറിൽ നോളജ് ഉണ്ട്. ഇപ്പോൾ തുടങ്ങിയിട്ട് ഒരു കൾച്ചർ സ്റ്റാർട്ട് ചെയ്തിട്ട് 50+ years ആയി. അപ്പൊ അന്ന് തൊട്ടിട്ടുള്ള മ്യൂസിക്കിൽ നമ്മൾ അത് നമ്മൾ കേട്ടു തുടങ്ങിയിട്ട് എന്തിനാ സ്റ്റൈലിൽ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ലോക്കിംഗ് ആയാലും ആ അന്ന് തൊട്ടുള്ള ഫങ്ക് മ്യൂസിക്കുകൾ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഹൗസ് ആണെങ്കിലും നമ്മൾ ഡിസ്കോ കേൾക്കുന്നുണ്ട്. അപ്പോഴത്തെ നമ്മൾ 90s 80s അതൊക്കെ നമുക്ക് അറിയാം. അപ്പൊ ആ മ്യൂസിക് നോളജ് കൂടുതലാണ്. പക്ഷെ ഡയറക്റ്റ് കൊറിയോഗ്രാഫിയിലേക്ക് വന്ന ആൾക്കാർക്ക് അത് ചിലപ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല, അതിന്റെ ഒരു പ്രോസസ്സ് മനസ്സിലായിണ്ടാവില്ല. കുറെ പേര് തിരിച്ചു പോകുന്നവരുണ്ട്. ശരിക്കും നമ്മൾ മൈസെൽഫിൽ ഫോളോ ചെയ്യുന്ന ആ ഒരു കാര്യം എനിക്ക് ഇത്രയും കാലം നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടില്ല. അത് വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നു. എത്ര പേര് അത് ഫോളോ ചെയ്യേണ്ടെന്ന് അറിയില്ല. അതായത് നമ്മളിപ്പോ ഈ സ്ട്രീറ്റ് ഡാൻസ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പഠിപ്പിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അതിന്റെ തന്നെ കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷൻ സൈഡും അതിന്റെ തന്നെ അണ്ടർഗ്രൗണ്ട് പെർസ്പെക്റ്റീവ് നമ്മൾ സ്റ്റുഡൻസിന് എല്ലാവർക്കും കിട്ടണം എന്നുള്ള ഉറപ്പ് വരുത്താറുണ്ട്. അപ്പൊ പല കുട്ടികൾക്കും അതിൽ ഇഷ്ടം ഉണ്ടാവണം ഒരു നിർബന്ധമില്ല. പക്ഷെ അത് അവർ കാണണ്ടേ, എക്സ്പീരിയൻസ് ചെയ്യാതെ എങ്ങനെയാണ് അവർക്കൊരു ചേഞ്ച് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക. സോ പുറത്തുള്ള ഒരുപാട് പേരുടെ വിചാരം ഇപ്പൊ അണ്ടർഗ്രൗണ്ട് ഡാൻസിങ് ചെയ്യുന്ന കുറച്ച് പേര് ഇപ്പൊ അങ്ങനെ നെഗറ്റീവ്ലി ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ കാണുമ്പോൾ ഇവര് ഇതെന്താണ് ഇങ്ങനെ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ അതിൽ അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത്. സോ നമ്മള് പ്യൂർലി നമ്മൾ നോക്കുന്നത് മ്യൂസിക് ആൻഡ് ഡാൻസ് അതുപോലെ ഇഷ്ടം എന്നുള്ളതാണ്. ഇഷ്ടപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ മലയാളം പാട്ടിനകത്ത് നമ്മൾ ചെയ്ത ഒരു പരിപാടികളൊക്കെ കുറച്ച് ഹിറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും സ്റ്റുഡന്റ് ബേസ് ഉണ്ടായത്. ചന്ദ്രമണി അങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭീഷ്മപർവ്വം നമ്മൾ ചെയ്തത്. അതിനകത്ത് നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് ഡാൻസിങ് അല്ലെങ്കിൽ ലോക്കിംഗ് എന്ന് പറയുന്ന ഒരു കാര്യം അത്രയും ഫോക്കസ്ഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പ്രോപ്പർലി ട്രെയിനിങ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് സ്റ്റുഡൻസ് നമുക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ആ സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്ട്ലി അവിടെ പുഷ്പത്തിൽ പ്ലേസ് ചെയ്യാൻ പറ്റിയത്. പുഷ്പത്തിനകത്ത് നമുക്ക് അമലേട്ടൻ കാണിച്ചു തരാണ് വീഡിയോ സംഭവം എനിക്ക് വേണമെന്ന് പറയണം. അപ്പൊ നമ്മളാ സെറ്റ് ചെയ്യുന്നുള്ള മൈൻഡ്. കാരണം എന്താ, നമ്മുടെ സ്റ്റുഡൻസിന് എല്ലാവരും ആ സ്റ്റൈൽസ് ട്രെയിൻഡാ. അപ്പൊ അത് വേറെ പുറത്തുനിന്ന് നമ്മൾ ഡാൻസേഴ്സിനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അത്
എന്തായാലും ചെയ്യാൻ എന്തായാലും ചെയ്യാൻ പറ്റില്ല. പറ്റില്ല. ഉറപ്പായിട്ടും ആ ഒരു ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റുന്ന ഡാൻസേഴ്സ് ആ സമയത്ത് എവിടെയില്ല. ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയണം. കാരണം പിന്നെ റംസാൻ എന്തായാലും പറയാൻ അത്രയും പറ്റില്ല. ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് അതെ, റംസാൻ ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് റംസാനെ ഈസിലി ഫോളോ ഈസിലി ചെയ്യാൻ ഫോളോ പറ്റും. ചെയ്യാൻ അത്രയും പറ്റും. എക്സ്പീരിയൻസ്ഡ് ആണ് റംസാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് റംസാൻ അത് ഈസിലി ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഈ അണ്ടർഗ്രൗണ്ട് ഡാൻസിങ് എന്ന രീതിയിൽ മാത്രം നമ്മളിങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ അങ്ങനത്തെ ഒരു അവസരം കിട്ടിയിട്ട് ഈ രതിപുഷ്പം എന്ന് പറഞ്ഞ സോങ് വന്നതിന് ശേഷം എത്ര പേര് ആ സ്റ്റെപ്പുകളും ഞങ്ങൾ ട്രൈ ചെയ്യാൻ നോക്കിയിട്ടുണ്ടാവും, അതെ. അല്ലെങ്കിൽ എത്ര പേർക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഒരു വേൾഡ് വൈഡ് എന്തോ ഫങ്ക് ലൈക് ലോക്കിംഗ് Funk, ടീം ആ. അത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് ഒറിജിനൽ ലോക്കിംഗ് ലോക്കിംഗ് സീൻ കേരള മലയാളം മലയാളം സോങ്ങിൽ കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. സോ അതൊക്കെ വലിയ വലിയ കാര്യങ്ങളാണ്. അപ്പോൾ അവസരങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ എനിക്കതൊരു നല്ല കാര്യമായിട്ടാണ് എപ്പോഴും അത് തോന്നുന്നത്. റെപ്രസെന്റേഷൻ ആണ് ആക്ച്വലി. എന്താണ്? അത് റെപ്രസെന്റേഷൻ ആണ്. അതെ അതെ, ശരിക്കും ലോക്കിംഗ് റെപ്രസെന്റ് ചെയ്തിട്ടില്ല നമ്മൾ ചെയ്തത്. അതെ. ഇപ്പൊ പർദീസയിലാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോ ഹിപ്പ് ഹോപ്പ് മൂവ്മെന്റ്സ് നമ്മുടെ അടുത്ത് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ചെയ്തതാണ്. അതെ. പിന്നെ 80s കുറച്ച് MJ മൂവ്സും. അതെ, എന്റെ മൂവ്മെന്റ്സ് കുറച്ച് വേണം. കാരണം ആ കഥ നടക്കുന്ന അവിടെയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞ ക്രിയേറ്റീവ് ഫ്രീഡം എന്ന് പറയുന്നത് അത് നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു മൊമെന്റ് ആണത്. കാരണം നമ്മുടെ അടുത്ത് പറയാണ് ഇന്ന രീതിയിൽ 80s 90s ടൈമിലുള്ള ഡാൻസിങ് ആണ് വേണ്ടത്, അതിനകത്ത് MJ ഫോട്ടോസ് കുറച്ച് വേണം, ആ രീതിയിൽ നമ്മുടെ അടുത്ത് പറയുന്നത്. അപ്പൊ പിന്നെ നമ്മൾ എന്തായാലും ആ രീതിയിൽ ചെയ്യില്ലേ. അതൊരു ക്രിയേറ്റീവ് ഫ്രീഡം അവിടെ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു പ്ലേ ഗ്രൗണ്ട് തരികയാണ്. അതെ. ഇതിനകത്ത് നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, അതൊരു ഫ്രീഡം തന്നെയല്ലേ. അത് രണ്ടും രണ്ട് നല്ല കാര്യങ്ങളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അണ്ടർഗ്രൗണ്ട് ഡാൻസിങ് ലൈക്ക് മോശമാണ്, അല്ലെങ്കിൽ അത് ഭയങ്കര അടിപൊളിയാണ്, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ഡാൻസിങ് ആണ് അടിപൊളി, അങ്ങനെ പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. അത് ഓരോരുത്തരുടെ ഇഷ്ടം. അവർക്ക് വിട്ടുകൊടുക്കും. രണ്ടിനും രണ്ടിൻ്റെതായ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. അതെ, രണ്ടിൻ്റെതായ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. പ്രത്യേകിച്ച് ഫിനാൻഷ്യൽ സൈഡ് നോക്കുമ്പോൾ നമുക്ക് പല സമയങ്ങളിലും പല അണ്ടർഗ്രൗണ്ട് ലെവലിൽ നല്ല രീതിയിൽ പോകുന്ന ഒരുപാട് പേർക്ക് കൊമേഴ്ഷ്യലി കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് പ്രശ്നമായിട്ട് കാണേണ്ട കാര്യമില്ല. അത് ആക്ച്വലി ഫിനാൻഷ്യൽ വേണം. ഫിനാൻഷ്യലി നമുക്ക് നമ്മുടെ നാട്ടിൽ നിൽക്കണമെന്നുണ്ട്. കാരണം നമ്മുടെ കൾച്ചറിലല്ല നമ്മൾ വേറെ നമ്മുടെ നാട്ടിൽ നിൽക്കുന്നത്. നമ്മൾ നോർമലി രാവിലെ എണീച്ച് അമ്പലം പരിപാടിയും അല്ലെങ്കിൽ പള്ളി കാര്യങ്ങള്, ഫുഡും ട്രാവലിങ്ങും എല്ലാം നമ്മുടെ വേറെ തന്നെ കൾച്ചറാണ്. അപ്പൊ നമുക്ക് ഡെയിലി കാണേണ്ടതും കേൾക്കേണ്ടതായിട്ടുള്ള ആളുകളും നമ്മുടെ ഫ്രണ്ട്സുകളുടെ നെറ്റ്വർക്കും എല്ലാം വ്യത്യാസമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എന്തായാലും ഉണ്ടായിരിക്കുമല്ലോ. അപ്പൊ ഡാൻസ് സ്റ്റുഡിയോസ് ഇപ്പോ കേരളത്തിനകത്തുള്ള ഡാൻസ് സ്റ്റുഡിയോസ് നമുക്ക് അതിനായിട്ട് പറ്റിയുള്ള പറയാൻ പറ്റുള്ളൂ. സോ കേരളത്തിനകത്തുള്ള ഡാൻസ് സ്റ്റുഡിയോസ് എന്തായാലും ഈ അണ്ടർഗ്രൗണ്ട് സീൻ എന്ന് പറയുന്നതാണ് കൊമേഴ്ഷ്യൽ ആണെന്നുണ്ടെങ്കിലും രണ്ടിന്റെയും അവസരങ്ങൾ കൊണ്ടുവരാനായിട്ട് നോക്കണം. അത് സ്ട്രീറ്റ് ഡാൻസ് എന്ന രീതിയിൽ മാത്രമല്ല, ലാറ്റിൻ ഡാൻസ് ആണെന്നുണ്ടെങ്കിലും ക്ലബ് ഡാൻസസ് ആണെന്നുണ്ടെങ്കിലും ഇപ്പൊ കണ്ടംപററി മോഡേൺ ഡാൻസിങ് ആണെന്നുണ്ടെങ്കിലും എല്ലാത്തിലും അതിൻ്റെതായ കുറെ ട്രെയിനിങ് മെത്തേഡ്സും ടെക്നിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിലൂടെ പോകുമ്പോൾ ആ മ്യൂസിക്കും ഡാൻസും നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും. അതിന്റെ ഫിനാൻഷ്യൽ സൈഡിലുള്ള അവസരങ്ങൾ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ കാലത്തിനനുസരിച്ച് കുറച്ച് മാറേണ്ടി വരും. അപ്പൊ കാലത്തിനനുസരിച്ച് ഇപ്പൊ വീഡിയോസും കാര്യങ്ങളൊക്കെ മ്യൂസിക് മാറി വരുമ്പോ നമ്മളത് കേൾക്കുന്നുണ്ട്. അപ്പൊ ഇല്ല 90s മ്യൂസിക് ആണ് അടിപൊളി, ഇപ്പൊ എ ആർ റഹ്മാൻ പോലെ അനിരുദ്ധ് അടിപൊളി നമുക്ക് പറയാൻ പറ്റുമോ? അവരുടെ ഇപ്പൊ പ്രഭുദേവനെ പറ്റി കുറച്ച് പേര് പറയുന്നത് കണ്ടു. പ്രഭുദേവ വലിയ കാര്യമൊന്നുമില്ല എന്ന് കാരണം പ്രൈം ടൈമിൽ ആള് ചെയ്തു വെച്ച കുറെ കാര്യങ്ങൾ കൊണ്ടാണ് ഇന്ന് ഇന്ത്യയിൽ ഡാൻസ് ഉള്ളത് വേണം പറയാൻ. നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാറ്റിൽസിനൊക്കെ ഇപ്പോൾ പോയി ജയിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കളിക്കുന്ന പോലെ പ്രഭുദേവയ്ക്ക് കളിക്കാൻ പറ്റില്ല. പ്രഭുദേവ കളിക്കുന്ന പോലെ ബാറ്റിൽ കളിക്കുന്നവർ കളിക്കാൻ പറ്റില്ല. അടിപൊളി ഇപ്പൊ അണ്ടർഗ്രൗണ്ട് ഡാൻസേഴ്സിന് പോലും ഈ നമ്മുടെ തമിഴ് മ്യൂസിക് അതിൽ വൈബ് ചെയ്യാൻ ആക്ച്വലി ബുദ്ധിമുട്ടുള്ള കുറെ ആൾക്കാരുണ്ട്. ആക്ച്വലി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. ഒരു മലയാളം മ്യൂസിക് വെച്ചാലോ തമിഴ് മ്യൂസിക് വെച്ചാലോ അതിലൊരു ഫോക്ക് വൈബില് ഡാൻസ് ചെയ്യാൻ പറ്റാത്ത കുറെ ആൾക്കാരെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ അത് എനിക്ക് തോന്നുന്നു മറ്റേ കൾച്ചർ ഒന്നുകൂടെ ഡീപ്പായിട്ട് അതിൽ മാത്രം നിന്ന കാരണമാണ് ആ ഒരു ഇപ്പൊ നമ്മുടെ കൾച്ചറിന്റെ ഒരു വൈബ് പോയെന്നാണ്. ഇഷ്ടമാണ്, അവരുടെ ഇഷ്ടമാണ്, അവരുടെ ശരികളാണ്. നമ്മളിപ്പോ പറഞ്ഞത് നമ്മുടേതായ കാര്യമാണ്. പക്ഷെ നമുക്ക് രണ്ട് സൈഡിലുള്ള കുറെ ആളുകളെ വെച്ച് കണ്ടപ്പോ നമുക്ക് തോന്നുന്നത് ഡാൻസിന്റെ രണ്ട് സൈഡാണ്. കൊമേഴ്ഷ്യൽ ആണെങ്കിലും അണ്ടർഗ്രൗണ്ട് ആണെങ്കിലും പാട്ട് കേൾക്കുക, ഡാൻസ് ചെയ്യുക, പ്ലസ് ഇത് മറ്റുള്ള ആളുകളിലോട്ട് എത്തിക്കുക, അതിന് വേണ്ട ആക്ടിവിറ്റീസ് നമ്മൾ ചെയ്യാന്നുള്ളതാണ്. രണ്ടിന്റെ ബെനിഫിറ്റ് ഉണ്ട്. ആ ബെനിഫിറ്റ് മാത്രം എടുത്തിട്ട് രണ്ടും ചെയ്യാന്നുള്ളതാണ് എന്റെ ഒരു ഐഡിയ. അത് നമ്മുടെ സൈഡ്. അതല്ലാണ്ട് ഇനി ഇപ്പോഴത്തെ ജനറേഷനിലെ ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റീൽസ് മാത്രം കണ്ട് അല്ലെങ്കിൽ ഫെയിം മാത്രം നോക്കിയിട്ട് അവരാണ് ബെസ്റ്റ് എന്ന് വെച്ച് നിൽക്കാതെ ഇപ്പോൾ ഈ അണ്ടർഗ്രൗണ്ടുള്ള ആൾക്കാരും കൂടി ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് അവരും ട്രൈ ചെയ്യണം. ഇപ്പോൾ ഒരു ഡാൻസ് പഠിക്കുന്നുണ്ടെങ്കിൽ ഒരു സ്റ്റൈൽ പഠിക്കാൻ അതിന് പുതിയ ജനറേഷനിലെ ആൾക്കാർ നോക്കുന്നുണ്ടെങ്കിൽ അതിലാരാണ് ഇപ്പോൾ സീനിലുള്ള ആരാണ് ബെസ്റ്റ് ആയിട്ടുള്ളതെന്ന് നോക്കിയാണെന്നാൽ അവരെയും റെക്കഗ്നൈസ് ചെയ്യും, അവരെയും അറിയും, അവിടുന്ന് പഠിക്കാം, ഒറിജിനൽ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ പോയിട്ട് എല്ലാം ഇല്ലാണ്ടായി പോകും. അപ്പോൾ ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവരുടെ അടുത്ത് പറയാനുള്ളത്
ഒറിജിനലും കണ്ടുപിടിക്കുക, എന്നിട്ട് ഇഷ്ടമുള്ളത് പോലെ ഡാൻസ് കളിക്കുക. അതെ 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 ഈ പക്ഷെ നമ്മളുടെ ഡാൻസ് സ്റ്റുഡിയോസ് ഓണേഴ്സിനായിട്ട് നമ്മൾ പലരായിട്ട് സംസാരിക്കുമ്പോൾ അവര് ഫോഴ്സ്ഡ് ആവാണ് അവരുടെ ക്ലാസ്സസിന്റെ ടൈപ്പ് മാറ്റാൻ യെസ് യെസ് ഫോഴ്സ്ഡ് ആവാണ്. ഇപ്പോൾ റീൽസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യലി സോങ്സ് ഹിറ്റ് ആവുന്ന സോങ്സ് ഇൻഫ്ലുവൻഷ്യൽ ടൈപ്പ് അല്ലെങ്കിൽ ഇപ്പൊ മൂവി സോങ്സിന്റെ പ്രൊമോഷൻ സോങ്സ് ട്രെൻഡായിട്ട് വരണം. ഇതിനെ ബേസ് ചെയ്തിട്ട് ക്ലാസ്സസിന്റെ പാറ്റേൺ തന്നെ മാറ്റേണ്ട അവസ്ഥയാണ് പല റീൽസ് ബാച്ച് തുടങ്ങണം റീൽ എല്ലായിടത്തും. ബാച്ച് തുടങ്ങാൻ രീതിയിലോട്ടൊക്കെ വരുന്നത്. അപ്പൊ അത് ഭയങ്കര ഇൻസ്റ്റന്റ് ആയിട്ട് അത് മാത്രം മതി എന്നുള്ള പോലെയാണ് വരുന്നത്. പക്ഷെ അവിടെയൊക്കെ ഡാൻസേഴ്സിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ഒരു വലിയ ഡ്രോപ്പ് സംഭവിക്കുന്നുണ്ട്. ക്വാളിറ്റി ഇത് പക്ഷെ ഡാൻസ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും അതിന്റെ ഒരു പ്ലസ് പോയിന്റ് ഉണ്ട്, നെഗറ്റീവ് ഉണ്ട്. ഡാൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ ഡാൻസേഴ്സ് ഉണ്ടായി വരുന്നുണ്ട്. അതെ. പക്ഷെ അതിന്റെ ഒരു എന്താ ഇപ്പൊ സ്റ്റൈല് കറക്റ്റ് പഠിക്കാതെ ചെയ്യുമ്പോഴും കണ്ട് വെറുതെ പഠിച്ച് ചെയ്യുമ്പോഴും അതിന്റെ ഡിഫറൻസ് ഇപ്പോഴും അതിലുണ്ട്. എന്തായാലും അവര് കൊറിയോഗ്രഫി ചെയ്യുമ്പോൾ അതിലും അവര് മുന്നോട്ട് വയ്ക്കുന്ന ആർട്ടിനകത്തും ആ ഡിഫറൻസ് എന്തായാലും ഉണ്ടായിരിക്കും. പ്രൊഡക്റ്റിനകത്തും ഉണ്ടായിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ ഫോളോ ചെയ്തപ്പോ രവിവർമ്മ പോലുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവരെല്ലാവർക്കും ഇവരുടെ ഒരു പാസ്റ്റ് ഇവരാരും കാണുന്നില്ല. ഇപ്പോഴത്തെ മെയിൻ ഇപ്പൊ ന്യൂ ജനറേഷന്റെ കാര്യം പറഞ്ഞുകൊണ്ട് പറയാം, അവർക്ക് കൂടുതലുള്ള പ്രശ്നം എന്ന് പറയുന്നത് അവരെല്ലാരും ലൈക്ക് ഇപ്പൊ കാണുന്നത് എന്താണോ അതിന് ഇഷ്ടം തോന്നുന്നു, അത് പഠിക്കുന്നു, മുന്നോട്ട് പോകുന്നു എന്ന രീതിയിലാണ്. ഇപ്പൊ കാണുന്നത് ഇപ്പോ K-pop കാര്യങ്ങളാണ് കാണുന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നു, അത് പഠിക്കുന്നു. അവരറിയാതെ അവർക്കൊരു പാറ്റേൺ ഓഫ് ഡാൻസിങ് അവരുടെ ബോഡിയിൽ ഉണ്ടാവുകയാണ്. അണ്ടർഗ്രൗണ്ട് ഡാൻസിങ് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് ആ പാറ്റേണിന്റെ കൂടെ അവർക്ക് അവരുടേതായ ഇൻഡിവിജ്വാലിറ്റി എങ്ങനെ ഉണ്ടാക്കണം എന്ന ഒരു ഏരിയ കൂടെ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ കിട്ടും. അത് രണ്ടും കൂടെ ബ്ലെൻഡ് ചെയ്യുമ്പോൾ അവര് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള ഡാൻസർ ആയിട്ട് മാറും. അത് എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരങ്ങൾ കേരളത്തിൽ ഡാൻസ് ക്ലാസ്സസ് കൊടുക്കണം, ഡാൻസ് സ്റ്റുഡിയോസ് കൊടുക്കണം. എൻ്റെ അടുത്ത് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ഒരു കുട്ടി ചോദിച്ചു, ചേട്ടാ ഈ എല്ലാവരും പറയുന്നത് ട്രാവൽ ചെയ്യണം, ലേൺ ചെയ്യണം, ട്രാവൽ ചെയ്യണം, ലേൺ ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ട്രാവൽ ചെയ്യേണ്ടത് ചോദിച്ചു. എന്താ പറയാ, എന്താ നിങ്ങൾക്ക് തോന്നുന്നത് ട്രാവൽ ചെയ്യുക എങ്ങനെയാന്ന് ചോദിച്ചാൽ എന്താ പറയാ? ട്രാവൽ ചെയ്യാ അത് ഒരു ഐഡിയ വെച്ചാൽ അവരടുത്ത് പോയി പഠിക്കുക എന്നുള്ളതാണ്. അതിപ്പോ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പഠിച്ചാൽ മതി. അത് ട്രാവൽ ചെയ്യാന്നുള്ളത് അത് ഈ ട്രാവൽ ചെയ്യാൻ ലേൺ ചെയ്യാന്ന് പറഞ്ഞ ഒരു കാര്യത്തിൽ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്നത് റിസോഴ്സസിന്റെ അവൈലബിലിറ്റി ഉണ്ടായിരുന്ന ഒരു ടൈമുണ്ട്. അത്ര അവൈലബിൾ അല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് അവൈലബിൾ ആണ്. പക്ഷെ എന്ന് കരുതി നമ്മളിപ്പോ പൂനെയിൽ UDW വരുന്നുണ്ട്, UDW ഡയറക്റ്റ് പോകുന്നു, അത് അറ്റൻഡ് ചെയ്യുന്ന ഒരു അറൌണ്ട് 30,000 40,000 നമ്മള് ഫുള്ള് സേവ് ചെയ്ത പരിപാടിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. അത് ട്രാവലിംഗ് ആൻഡ് ലേണിംഗ് ആണെന്ന് മാത്രം അതുകൊണ്ട് മാത്രം എല്ലാം കിട്ടിയത് പറയാൻ പറ്റില്ല. കാരണം ആ ക്യാമ്പ് ഇറ്റ് സെൽഫ് ഒരു കൊമേഴ്ഷ്യൽ ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. കാരണം അതിനകത്തൊരു ഫൗണ്ടേഷനിൽ ഒരു അണ്ടർഗ്രൗണ്ട് ആർട്ടിസ്റ്റിനെ വിളിച്ചു കഴിഞ്ഞാലും ആൾക്ക് കുറച്ചധികം കൊമേഴ്ഷ്യൽ സൈഡ് മിക്സ് ചെയ്യാണ്ട് പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് അറിയാം, എന്തായാലും അറിയാം. അല്ലെങ്കിൽ ഇപ്പോ ആ ഒരു ലൈനപ്പ് ഇത്രയും നാള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും പല ആർട്ടിസ്റ്റിനെയും അവിടെ നിന്ന് മാറ്റിയിട്ടത് കാണാം. ഡാൻസേഴ്സ് ആയ പോലും കൊറിയോഗ്രാഫിയാണ് അന്ന് ക്യാമ്പിൽ പഠിപ്പിച്ചു എന്നാണ് നമ്മള് കേട്ടതൊക്കെ. അതെ, അപ്പൊ രണ്ടും ഉണ്ടാവാം. പക്ഷെ ഇപ്പൊ ഞാനിപ്പോ മുംബൈ പോയപ്പോ എനിക്ക് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് ഇതായിരുന്നു. ഫൗണ്ടേഷൻ ക്ലാസ്സസ് കൊടുക്കുന്ന സ്ഥലങ്ങളില്ല, എല്ലാ സ്റ്റുഡിയോസും മാറി. മേ ബി ഒരു 2-3 years ലേറ്റർ കേരളത്തിനകത്ത് തന്നെയാണ് ഉണ്ടാവാൻ പോകുന്നത്. എല്ലാം മാറും, എല്ലാം ഈ രീതിയിൽ മാത്രമായിരിക്കും. അപ്പൊ അവിടെ നമ്മൾ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് കാണേണ്ടി വരും. സോ ഡാൻസ് സ്റ്റുഡിയോ ഓണേഴ്സ്, ഡാൻസേഴ്സ്, കൊറിയോഗ്രാഫേഴ്സ് എല്ലാവരും നിങ്ങൾക്ക് ആണ് ഒരു നെക്സ്റ്റ് ജനറേഷൻ ഓഫ് ഡാൻസേഴ്സിനെ നല്ല രീതിയിൽ ചിന്തിക്കാൻ പറ്റുന്ന ഡാൻസേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുക. അത് ഈ പറഞ്ഞ പോലെ അണ്ടർഗ്രൗണ്ട്, സ്ട്രീറ്റ്, കൊമേഴ്ഷ്യൽ, അങ്ങനെ കുറെ കാറ്റഗറൈസേഷൻ കൊടുക്കാതെ എല്ലാത്തിനും മ്യൂസിക് ആൻഡ് ഡാൻസ് ആയിട്ട് കാണുക. അങ്ങനെ ഈ കൾച്ചർ സ്പ്രെഡ് ചെയ്യാം, മ്യൂസിക്കിനെയും ഡാൻസിനെയും സ്പ്രെഡ് ചെയ്യാൻ നോക്കാം മാക്സിമം. അത് കാലങ്ങൾ മാറുമ്പോൾ അത് പല രീതിയിൽ വരും. ഇപ്പോൾ ഉള്ളതായിരിക്കില്ല ഒരു 5 years ലേറ്റർ വരാൻ പോകുന്നത്. അപ്പൊ അത് മാക്സിമം എൻജോയ് ചെയ്യുക. അത് ഡാൻസിന്റെ സന്തോഷം, ഡാൻസിൻ്റെതായ ഫൺ അത് എല്ലാവരിലോട്ട് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾ തന്നെ തീരുമാനിക്കുക, അണ്ടർഗ്രൗണ്ട് ഡാൻസിങ് ആണോ കൊമേഴ്ഷ്യൽ ഡാൻസിങ് ആണോ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അത് രണ്ടും വേണോ, രണ്ടും വേണ്ടേ എന്നുള്ളതൊക്കെ. ഈ ഒരു ഡിസ്കഷൻ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ അഭിപ്രായങ്ങളാണ് നമ്മൾ പറഞ്ഞത്. സോ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്തെന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് നെക്സ്റ്റ് ടോപ്പിക് എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്നുള്ളതുണ്ടെങ്കിൽ നമുക്ക് DM ചെയ്യുക, അല്ലെങ്കിൽ അതും കമന്റ് ചെയ്യുക. സോ നമുക്ക് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ഓക്കെ, താങ്ക് യു.